ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് സാധാരണ. എൻ്റെ കയ്യിൽ 393 ഫലിതമുണ്ട്. എല്ലാം നമ്പറിട്ട് ഈ കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്തിരിക്കുക. അതിൻ്റെ മലയാളം വരുന്നില്ല. നമ്മുടെ ഒരു പുസ്തകമുണ്ടോ മലയാള ഭാഷയുടെ അതിരിങ്കൽ എഴുതിയ പുസ്തകം ഇവിടെ വിൽപ്പനയ്ക്കുണ്ടോ? ഉണ്ടോ പുസ്തകം? ഇല്ല, പോട്ടെ. എന്നിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? ഇല്ലായിരിക്കും. ഞാനിങ്ങനെ നടക്കുന്ന മനുഷ്യനാണ്. ഓടിയാണ് ഉണ്ട് വയ്ക്കാം ഇവിടെയുണ്ട്. ദൈവദാസന്മാരുടെ ഒരു അഭ്യർത്ഥനയാണ് ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകണം. ആരൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടോ, വേറെ ആരെങ്കിലും ഇതിനിടയ്ക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഒരാളിനെ കൊണ്ട് എഴുതിച്ച. കാരണം അനേക ദൈവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ ഭാഷ ശുദ്ധിയല്ല. അപ്പോൾ എവിടെയൊക്കെയാണ് സാധാരണ വരുന്ന തെറ്റുകൾ അതൊക്കെ കണ്ടുപിടിച്ച് എഴുതി, ഞാനും എഴുതി, അദ്ദേഹവും എഴുതി. അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കൊണ്ടൊരു പുസ്തകമാക്കിയിരിക്കുകയാണ്. വാങ്ങിച്ചുകൊണ്ട് പോകണം. 60 രൂപയാണ് വില. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. 60 രൂപ. നിങ്ങൾക്ക് 50 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. 10 രൂപ നഷ്ടത്തിൽ ഞാൻ വിൽക്കാൻ പോവാണ്. 60 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരെണ്ണം തന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 500 പുസ്തകം ഒന്നിച്ച് വാങ്ങിച്ചതാണ്. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോവുകയാണ്. ഫലിതം ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ കുത്തിച്ചെലുത്തത്തില്ല. അബദ്ധവശാൽ വന്നാൽ ക്ഷമിക്കണം. അത് മലയാള വാക്ക് കിട്ടാഞ്ഞിട്ടാണ്. ഇന്നും ഞാനൊരിടത്ത് ഒരു ഹോട്ടലിലോട്ട് കയറി ചെന്നപ്പം അവിടെ നിന്ന് ആളെൻ്റെ ചോദിച്ചു, ഫുഡ് വേണോ? ഞാൻ ചോദിച്ചു, എന്താ വേണം? ഫുഡ്. അതെന്തോ ആഹാരം? എന്നാൽ പിന്നെ അങ്ങ് മലയാളം പറഞ്ഞാൽ പോരായോ? ഇതിനാ ഈ ഫുഡെന്ന് പറയുന്നേ? അല്ലേ? ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത്. അതെന്താ ജീവിതം എന്നുള്ളത് പറഞ്ഞാൽ മലയാളം ഒക്കത്തില്ലയോ? മലയാളം സുന്ദരമാണ്. സുന്ദരമായ ഒരു ഭാഷയാണ്. അതിനെ വികലാംഗനാക്കരുത്. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ മലയാളം പറയാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് മലയാളം ചിലപ്പോഴൊക്കെ എഴുതാം, നല്ലതുപോലെ എഴുതാം. ദൈവം കൃപ തന്നിട്ടുണ്ട്. എങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ മലയാളം വാക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു ഫലിതം പറഞ്ഞിട്ട് 392 ഫലിതമാണ്. നിങ്ങൾക്ക് കൊയർ ടീമിനൊരു അവസരം തരാൻ പോവുകയാണ്. കൊയർ ടീമിനൊരു അവസരം തരാൻ പോവുകയാണ്. ഇവിടെ വാ 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 വാ. ഒരു നമ്പർ പറയാം. 1 മുതൽ 393 നമ്പർ പറയാമെങ്കിൽ ആ നമ്പർ തന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ഫലിതം പറയും. പറഞ്ഞു എളുപ്പം. 300. അതത്ര നല്ല നമ്പരല്ല. പാസ്റ്റർ ക്ഷമിക്കണം എന്നോട് കേട്ടോ, അത്ര നല്ലതല്ല. ഇവിടെ നേമത്ത് ഒരു കടയുണ്ട്. ആ കടയിലൊരു സെയിൽസ്മാനെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ചെറുക്കനെ വെച്ചിട്ടുണ്ട്. ഒരു യുവാവിനെ വെച്ചിട്ടുണ്ട്. മുതലാളി അകത്തിരുന്നുകൊണ്ട് കണക്കെഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നു വെച്ച് ചോദിച്ചു, പിയേഴ്സ് സോപ്പ് ഉണ്ടോ? അയാൾ പറഞ്ഞില്ല. എന്നാൽ ഞാൻ അടുത്ത കടയിൽ പോയി വാങ്ങിച്ചോളാം. അയാളങ്ങ് പോയി. ഈ കടയുടെ ഉടമസ്ഥൻ വന്നവന് തലയ്ക്കൊരു കൊട്ടു കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെയാണെന്നോടെ പറയേണ്ടേ? നീ പറയേണ്ടേ ഇപ്പോൾ പിയേഴ്സ് സോപ്പ് ആരും ഉപയോഗിക്കത്തില്ല. അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ചൊറിച്ചില്ല. ഹമാം സോപ്പുണ്ട്. അവന് മനസ്സിലായി. ഇച്ചിരി കഴിഞ്ഞവൻ വേറൊരാൾ വന്ന് ചോദിച്ചു, ടോയ്ലറ്റ് പേപ്പർ ഉണ്ടോ? ടോയ്ലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ കക്കൂസിൽ പോകുമ്പം സാഹിബന്മാർ ഉപയോഗിക്കുന്ന ഒരു കടലാസാണ്. ടോയ്ലറ്റ് പേപ്പർ ഉണ്ടോ? അയാൾ പറഞ്ഞു, ഇപ്പം ടോയ്ലറ്റ് പേപ്പർ ഇല്ല ഇവിടെ. ഇപ്പം ടോയ്ലറ്റ് പേപ്പർ ആരും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നവർക്കൊക്കെ ചൊറിച്ചില്ല. പക്ഷേ സാൻഡ് പേപ്പറുണ്ട്. അതിപ്പോഴത്തെ പിള്ളേർക്ക് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് മനസ്സിലാകത്തില്ലല്ലോ. അങ്ങനെ ആശാരിയെ കണ്ടിട്ടില്ലല്ലോ, ഇല്ലേ? ഏകട്ടെ, ഒരു സ്വർഗസ്വനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും വേദപുസ്തകം ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഒരു ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ സ്തോത്രം. കിടക്കട്ടെ അരുവിക്കരയുടെ അന്തരീക്ഷത്തിൽ 1000 സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം തന്ന ദൈവം. എത്രയോ ഭാഷകളിൽ വേദപുസ്തകമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ റേഡിയോയ്ക്കകത്ത് വാക്യങ്ങൾ കേൾക്കുമ്പോൾ എഴുതിയെടുക്കുന്ന പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എഴുതിയെടുക്കുന്ന പുസ്തകങ്ങൾ. കാരണം അവർക്ക് വേദപുസ്തകം അവർക്ക് കിട്ടത്തില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനോടുള്ള സ്നേഹം കൊണ്ട്
അപ്പോൾ നമുക്ക് വേദപുസ്തകം തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരിയാം. മത്തായി എഴുതിയ സുവിശേഷം കണ്ടുപിടിച്ചാട്ടെ, 8-ാമത്തെ അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിനും വെളിപ്പാട് പുസ്തകത്തിനും ഇടയ്ക്ക് എവിടെയോ ഉണ്ട്, അന്വേഷിച്ചാൽ കണ്ടുകിട്ടുമെന്ന് യേശു പറഞ്ഞു. കണ്ടുകിട്ടിയാട്ടെ, സമയം തരുക. മത്തായി 8. ഇംഗ്ലീഷിൽ പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം ചിലപ്പം ഈ മലയാളം അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ കാണും, അവർക്ക് വേണ്ടി ഇംഗ്ലീഷിലൂടെ പറയും. മാത്യു ചാപ്റ്റർ 8 വേഴ്സസ് 5-13, 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം സാവധാനത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. സാവധാനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. 1 മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാമത്തെ വാക്യം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ പറയുന്നുണ്ട്, ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. യേശു ഒന്നുകൂടെ വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ. യേശു എന്തിനാണ് മലയിൽ പോയത്? കാറ്റ് കൊള്ളാൻ പോയതല്ല, നെല്ലിക്ക പറിക്കാൻ പോയതല്ല. ഞാനൊരു കാട്ടുപ്രദേശത്ത് ജനിച്ച് വളർന്നത്. 17 വയസ്സ് വരെ 19 വയസ്സ് വരെ ഞാൻ അവിടെയാണ് വളർന്നത്. പിന്നീടാണ് ഞാൻ വടക്കേ ഇന്ത്യക്ക് പോയത്, പട്ടാളത്തിൽ ചേർന്ന് പോയത്. അവിടെ ഞങ്ങൾ മലയിലൊക്കെ കയറി പോകും, കാറ്റ് കൊള്ളാൻ പോകും, രസത്തിന് പോകും. മാങ്ങായുടെ കാലത്ത് വനത്തിനകത്തൊക്കെ മാങ്ങയുണ്ട്, നാട്ടുമാങ്ങയുണ്ട്, അത് മാങ്ങ പറിക്കാൻ പോകും, നെല്ലിക്ക പറിക്കാൻ പോകും. യേശു എന്തിനാണ് പോയത്? അവൻ പ്രാർത്ഥിക്കാൻ പോയതാണ്. എൻ്റെ 1-ാമത്തെ ഉപദേശം. എഴുതിയെടുക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സന്ദേശം എഴുതിയെടുക്കുന്നവർ? ഇതാ ഒരു ഉപദേശം. നിങ്ങൾ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ നിങ്ങൾ വേദപുസ്തകവുമായിട്ട് പോകണം. ഹോളി മൊബൈൽ ഫോണല്ല, ഹോളി ബൈബിൾ, ഹോളി പുസ്തകം, വേദപുസ്തകം. വേദപുസ്തകം എന്നുള്ള വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ബിബ്ലിയോ. അതിനകത്തുനിന്ന് ബൈബിൾ എന്ന് വന്നേ. ബിബ്ലിയോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പുസ്തകം എന്നാണ് അർത്ഥം. നിങ്ങൾ പോകുമ്പോൾ പുസ്തകവുമായിട്ട് പോകണം, കടലാസുള്ള പുസ്തകവുമായിട്ട് പോകണം, നോട്ട്ബുക്കുമായിട്ട് പോകണം. ഇതിനാണ് സ്പൈരൽ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. സ്പൈരൽ, ഇതിൻ്റെ പേരാണ് സ്പൈരൽ നോട്ട്ബുക്ക്. ഇതിനൊരു ഗുണമുണ്ട്, പ്രത്യേകിച്ച് പ്രസംഗകർക്ക്. ഇത് തുറന്നു വെച്ചാൽ പേജ് മറിഞ്ഞു പോകത്തില്ല. വേറെ നോട്ട്ബുക്കാണെങ്കിൽ പേജ് മറിഞ്ഞു പോകും, ഇതിന് പേജ് മറിയത്തില്ല. 2, എഴുതി കഴിയുമ്പോഴാണ് ഈ പ്രസംഗം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, കടലാസ് വലിച്ചു കയറി ദൂരെ കളയാം. മറ്റ് കടലാസുകളെ ഒന്നും അത് ശല്യപ്പെടുത്തത്തില്ല, പ്രയാസം ഉണ്ടാക്കത്തില്ല. അപ്പോൾ പിന്നെ പേന കയ്യിലുണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ എപ്പോഴും 2 പേന കാണും. ഒരെണ്ണം തെളിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞാൻ എഴുതിയെടുക്കും. ഞങ്ങളുടെ ഒരു പാസ്റ്റേഴ്സ് സെമിനാറിന് പാസ്റ്റർ ബാബു ചെറിയാൻ പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ മുമ്പിലത്തെ 2-ാമത്തെ ഞങ്ങളുടെ മീറ്റിങ്ങാണ്, ഞങ്ങളുടെ തന്നെ പാസ്റ്റേഴ്സ് സെമിനാറിനാണ്. ഞാൻ 2-ാമത്തെയോ 3-ാമത്തെയോ നിരയിൽ എനിക്ക് മുമ്പിലിരിക്കുന്നതാണ് ഇഷ്ടം. കാരണം അവരുടെ മുഖം കാണാം, അവർ ആക്ട് ചെയ്യുന്നത് കാണാം, അവരുടെ കണ്ണ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പിലിരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. ഞാൻ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പിന്നീട് പറഞ്ഞു, അങ്ങനെ നോട്ട് എഴുതിയെടുക്കുന്ന സാധാരണ ലീഡർമാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. എഴുതിയെടുത്താൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കാൻ എന്തുവാ പറഞ്ഞതെന്ന് അതിൻ്റെ യൂട്യൂബിനകത്ത് പോയി കേട്ടാലും എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഉണ്ടാകാം. അപ്പോൾ എന്തിനാണ് യേശുക്രിസ്തു മലയിൽ പോയത്? പ്രാർത്ഥിക്കാൻ പോയതാണ്. എൻ്റെ 1-ാമത്തെ ഉപദേശം. നിങ്ങൾ എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പേന ഇല്ലാഞ്ഞിട്ടാണോ എഴുതാത്തത്? നോട്ട്ബുക്കാണോ അടിയിലിരിക്കുന്നത്? ആണോ? എഴുത. സുന്ദരിയായതുകൊണ്ടല്ല ഞാൻ പേന കൊടുത്തേ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എറണാകുളത്ത് കൺവെൻഷൻ നടക്കുകയാണ് ഞങ്ങളുടെ. ഒരു 35 വയസ്സുള്ള അമ്മയും ഒരു 12 വയസ്സുള്ള പെങ്കൊച്ചും കൂടെ കയറി വന്നു. 2 പേരും ഇരുണ്ട നിറമാണ്. വാസ്തവത്തിൽ അമ്മയും സുന്ദരിയാണ്, മകളും സുന്ദരിയാണ്. ഇരുണ്ട നിറം, കൊച്ചു പാവാടക്കാരി,
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് വരുന്നത്. ബാക്കി എല്ലാവർക്കും പ്രാർത്ഥിച്ചു വിട്ടു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പെങ്കൊച്ചിൻ്റെ ഒക്കെ പറഞ്ഞു, വാ സുന്ദരി കൊച്ചേ വാ. ആ കൊച്ചു കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ ആ കൊച്ചെന്നെ തെറ്റിദ്ധരിച്ചോ. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ പറഞ്ഞു എനിക്ക് വേദനയുണ്ടാക്കിയോ? ആ കൊച്ചു പറഞ്ഞത് കേൾക്കണം, അമ്മയും അപ്പനും കേൾക്കണം, പാസ്റ്റർമാർ കേൾക്കണം. എന്നെ ഇന്ന് വരെ ആരും സുന്ദരി എന്ന് വിളിച്ചില്ല. ആദ്യമായിട്ടാണ് ഞാൻ സുന്ദരി എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നത്. അവിടെ അമ്മ വിളിച്ചില്ല, അവിടെ അപ്പൻ വിളിച്ചില്ല, അവിടെ പാസ്റ്റർ വിളിച്ചില്ല, അവിടെ അധ്യാപകർ വിളിച്ചില്ല. ആരെയെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ, പ്രോത്സാഹിപ്പിക്കണം. യേശു എന്തിനാണ് മലയിൽ പോയത്? പ്രാർത്ഥിക്കാൻ. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരികയാണ്. ഉപദേശം നമ്പർ 1 എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോകണം. എവിടെയാണ് മല? അടുത്തുള്ള മലയിൽ കയറിപ്പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, എവിടെയെങ്കിലും പോകണം. ചിലപ്പോൾ നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയ്ക്കായിരിക്കാം. ഒരു ചാക്ക് ഇട്ടിട്ട്, ഒരു പുൽപ്പായ ഇട്ടിട്ട്, ഒരു കസേര ഇട്ടിട്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന ഡൽഹിയിലാണ്, ഒരു ഫ്ലാറ്റിലാണ്, 15ാമത്തെ നിലയിൽ ഒരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു കസേരയുണ്ട്. അതിനകത്താണ് ബാക്കി ആളുകൾ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടം. അതിനപ്പുറത്താണ് എനിക്കൊരു ചാരു കസേര. പഴയ കാലത്തെ അപ്പച്ചന്മാരുടെയൊക്കെ കാല് പൊക്കി വെക്കുന്ന ഒരു കസേര ഇല്ലയോ, അതുപോലെ ഒരു കസേരയുണ്ട്. അവിടെ ഇരുന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാല് പൊക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പ്രാർത്ഥിക്കരുതെന്നുള്ളത് കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ആദ്യം അരമണിക്കൂറിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അന്യഭാഷ എന്ന് പറയുന്ന കൃപാവരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങൾ കത്തോലിക്കരായിരിക്കാം, ഇവാഞ്ചലിക്കലുകാരായിരിക്കാം, CSIക്കാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സഭയിലുള്ളവരായിരിക്കാം. മാനസാന്തരപ്പെട്ട സകലർക്കും ദൈവം പരിശുദ്ധാത്മ സ്നാനം തരും. അന്യഭാഷയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ചിലർ എന്തൊക്കെ ചോദിക്കുക, അതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തോ പ്രയോജനം? എനിക്കും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. കടപട 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 കടപട. എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം? ഇത് വേഗത്തിൽ 3 പ്രയോജനം പറയുകയാണ്. കേൾക്കണം, ശ്രദ്ധിച്ച്. 1, വേദപുസ്തകം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞതും ദൈവത്തോടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുക അതിനേക്കാൾ കുറച്ചുകൂടെ പ്രധാനമാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അത് ഡയറക്റ്റ് ലൈനാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാം, നിങ്ങളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഒരു ഫോണുണ്ട്, പല ഫോണുണ്ട്. അതിനകത്ത് ഒരു ലാൻഡ് ലൈൻ ഫോണുണ്ട്. മൊബൈൽ ഫോണല്ല, ലാൻഡ് ലൈൻ. മൊബൈലും കാണുമായിരിക്കും. അത് എല്ലാ രാജ്യത്തെയും പ്രസിഡൻറ്റുമാരുമായിട്ടുള്ള ഡയറക്റ്റ് ലൈനാണ്. അമേരിക്കയിലെ, റഷ്യയിലെ, ചൈനയിലെ ഡയറക്റ്റ് ലൈനാണ്. നേരിട്ട് വിളിക്കാം, ആരെയും വിളിക്കത്തില്ല. അതുപോലെ സ്വർഗസ്ഥനായ ദൈവം എനിക്കും നിനക്കും തന്നിരിക്കുന്ന ഒരു ഡയറക്റ്റ് ലൈനാണ് അന്യഭാഷ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലാത്തവർ പ്രാർത്ഥിച്ച് പറയണം, കർത്താവേ എനിക്കൂടെ ഈ ഡയറക്റ്റ് ലൈൻ തരണമേ. അതുകൊണ്ട് ഞാൻ രാവിലെ ഇരുന്ന് 1/2 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ഗുണം, വേദപുസ്തകം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല, പറയുന്നവനും മനസ്സിലാവുന്നില്ല. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, സ്വാമി എനിക്കൊന്നും മനസ്സിലായില്ല. അതാ വേദപുസ്തകം പറയുന്നത്. അത് പറയുന്നവനും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവനും മനസ്സിലാവുന്നില്ല, പിശാചിനും മനസ്സിലാവുന്നില്ല. ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ നാളെ സൂമിൽ പ്രസംഗിക്കാൻ പോവാം. അപ്പോൾ പിശാച് പറയും, ഓ യോൻ സൂമിൽ പ്രസംഗിക്കാൻ പോകും, എൻ്റെ പ്രസംഗം ഒന്നും മുടക്കണം, കറണ്ട് ഓഫ് ചെയ്യുക. എന്നാൽ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് മനസ്സിലാവത്തില്ല. നിനക്ക് അത്യാവശ്യമാണ് അന്യഭാഷ. കാരണം നീ പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ തെങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിശാചിന് മനസ്സിലാകത്തില്ല. നിനക്ക്, നിൻ്റെ ആത്മാവിനും ദൈവത്തിനും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മൂന്നാമത്തെ ഗുണം, വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എവിടെ എഴുതിയിരിക്കുന്നത്? 1 കൊരിന്ത്യർ 12-14 2 അധ്യായം വായിച്ചാൽ ഈ കൃപാവരങ്ങളുടെ പ്രയോജനം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പ്രയോജനം പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അന്യഭാഷയിൽ 1/2 മണിക്കൂർ സംസാരിക്കുമ്പോൾ എനിക്ക് ആത്മീയ വർധനവ് വരികയാണ്.
എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏകദേശം 50 വർഷമായിട്ട് 51 വർഷമായിട്ട് അന്യഭാഷ പറയുന്നു. എവിടെയാണ് ഒരിക്കൽ ഞാൻ ഉപവാസം എടുത്തു, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥന. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചില്ല, മലയാളത്തിൽ പ്രാർത്ഥിച്ചില്ല. എനിക്ക് 3 ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഞാൻ ഈ 3 അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിച്ചു. എന്തോ പ്രയോജനം ഉണ്ടായി എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വേദപുസ്തകം പറയുന്നു എനിക്ക് ആത്മീക വർധനവ് വരുത്തി. അതുകൊണ്ട് നിങ്ങൾക്കും ഈ 3 കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കണം, കർത്താവ് എനിക്ക് തരണമേ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഈ കൃപാവരമുള്ള ആരുടെക്കെങ്കിലും ചെന്നിട്ട് പറയണം, എനിക്ക് വേണ്ടിയൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ, നിന്നിലൂടെ ഈ കൃപാവരം എനിക്ക് ലഭിക്കട്ടെ. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, തോളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കും. യേശു എന്തിനാണ് പർവ്വതത്തിൽ പോയത്? പ്രാർത്ഥിക്കാൻ. നിങ്ങളും പ്രാർത്ഥിക്കണം. കസേരയിൽ ഇരുന്നായിരിക്കാം, മുറിയുടെ ഒരു മൂലയ്ക്കിരുന്നായിരിക്കാം, നിങ്ങളുടെ കട്ടിലിൻ്റെ താഴെ ഇരുന്നിട്ടായിരിക്കാം. ഇപ്രകാരം ഞാനൊരു എന്താ പറയുന്നത്, യൂട്യൂബിനകത്ത് ഞാനൊരു ചെറിയ സന്ദേശം ഇട്ടിട്ടുണ്ട്. ചെറിയ സന്ദേശം. അമേരിക്കയിലുള്ള ഏകദേശം 45-ലധികം ചെറുപ്പക്കാരുമായിട്ട് ഒരു സായിപ്പ് ഇംഗ്ലണ്ടിലേക്ക് വന്നു. അയാളുടെ പേര് ORR. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, നിങ്ങൾക്ക് വെബ് പേജിൽ പോയാൽ കാണാം. ORR, എഡ്വിൻ ഓർ. അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള പ്രധാനപ്പെട്ട ദൈവദാസന്മാരുടെ വീടെല്ലാം കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ജയിലിൽ കിടന്ന മനുഷ്യൻ. ആരാ ജയിലിൽ കിടന്നേ? ഇംഗ്ലണ്ടിൽ ജയിലിൽ കിടന്ന് ദീർഘനാൾ കിടന്ന് അവിടെ കിടന്ന പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വീട്, വേറെ പലരുടെയും വീട്, അവസാനം ജോൺ വെസ്ലിയുടെ വീടും. ഇതൊക്കെ കാണിക്കാനായിട്ടൊരു ബസ്സിന് വിമാനത്തിൽ വന്നു. വിമാനത്തിലാണോ കപ്പലിലാണോ? കപ്പലിലായിരിക്കണം. പണ്ടത്തെ കാര്യമാണ്, ഏകദേശം 60 വർഷത്തിന് മുമ്പ്. അവിടെ വന്നിറങ്ങി ഒരു വണ്ടി പിടിച്ചു, ഒരു ബസ് പിടിച്ചു. ബസ്സിനകത്ത് ഓരോരുത്തർക്കും പോയിട്ട് ഓറിൻ്റെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, 3 പുസ്തകം വായിച്ചിട്ടുണ്ട്. അവിടെ വന്നു കാണിച്ചു, ഓരോ ഘട്ടം വന്ന് ഇവിടെ വെച്ചാണ് ഈ പരദേശി മോക്ഷയാത്ര എഴുതിയ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്. ഞാനും അവിടെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ ഇരുമ്പ് തകിട്ടിട്ടിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, ഇവിടെ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതെല്ലാം കാണിച്ചു. വേറൊരു മഹാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു. അവസാനം ജോൺ വെസ്ലിയുടെ വീട്ടിൽ വന്നു. 3 നില കെട്ടിടമാണ്. ജോൺ വെസ്ലിയുടെ ഒരു വലിയ ഗുണം പറയട്ടെ, പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടും. ജോൺ വെസ്ലിയുടെ ഭാര്യ, ജോൺ വെസ്ലിയുടെ ഒരിക്കൽ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, നിങ്ങൾ വലിയ ആത്മീകനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞ്, എൻ്റെ ഭാര്യ എന്നെ 3 മണിക്കൂർ ദിവസവും മുട്ടുമേ നിർത്തും. അവർ രക്ഷിക്കപ്പെട്ടതല്ലായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചീത്ത വിളിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഭാര്യ ചീത്ത വിളിക്കാത്തത്. ചീത്ത വിളിക്കുമായിരുന്നു. അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറയും, അയാളെ വിശ്വസിക്കരുത്, അയാളെ കള്ളനാ, അയാളെ കള്ളമാ പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു കെട്ടിടത്തിൻ്റെ താഴെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവരൊരു തൊട്ടിയെടുത്ത് ചാണകം കലക്കി കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് അയാളെ പുറത്തോട്ട് അങ്ങൊഴിച്ചു. പക്ഷെ അദ്ദേഹം പ്രസംഗം നിർത്തിയില്ല. അപ്പം നമ്മളും തീരുമാനിക്കണം, ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും അമ്മായിയമ്മ പറഞ്ഞാലും അയലത്തുകാർ പറഞ്ഞാലും ക്രിസ്തു വിരോധികൾ പറഞ്ഞാലും പ്രസംഗം നിർത്തത്തില്ല. കാരണം ഞങ്ങളെ ഈ പ്രസംഗം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സഭയല്ല, സംഘടനയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. കഥ നീണ്ടുപോകും. അവിടെ ഒന്നും ഇദ്ദേഹം താമസിക്കുന്നത് 3 നില കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. മരിച്ചിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. അദ്ദേഹമാണ് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ. അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ നടത്തിയിരുന്ന ഒരു പ്രെയർ ഗ്രൂപ്പാണ് പിന്നീട് അദ്ദേഹം ഒരു സഭയാക്കി മാറ്റിയത്. വിവരിച്ചു, ഇതാണ് അടുക്കള. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ, ഇംഗ്ലണ്ടിലുള്ള കെട്ടിടങ്ങളൊക്കെ, പഴയ കെട്ടിടങ്ങളൊക്കെ ചെറിയ കെട്ടിടങ്ങളാണ്, മേളിലോട്ടാണ് പണിയുന്നത്. ഞാൻ താമസിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ. ഇതാണ് അടുക്കള, ഇവിടെയാണ് ആഹാരം കഴിക്കുന്നത്, ഇവിടെയാണ് അതിഥികൾ വന്നാലിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുക്കള, ആഹാരം കഴിക്കുന്നു, അതിഥികൾ വരുന്ന, നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ സ്വീകരണ മുറി അഥവാ സിറ്റിംഗ് റൂം. എന്നിട്ട് അവരെ എല്ലാവരെയും കൊണ്ട് മേളത്തെ നിലയിലോട്ട് പോയി. പറഞ്ഞു, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടക്കമുറി, ഇവിടെയാണ് കക്കൂസ്, ഇവിടെയാണ്, താഴെയുണ്ട് കക്കൂസ് വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്.
ഇവിടെയാണ് കിടക്കമുറി 1, കിടക്കമുറി 2, കിടക്കമുറി 3. ഇവിടെയാണ് ആ മുറികളൊക്കെ. എന്നിട്ട് പറഞ്ഞ് ഇനി മേളത്തെ നിലയിലോട്ട് പോകാം. മേളത്തെ നിലയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം ഇരുന്ന് വേദപുസ്തകം പഠിച്ചത്. ധാരാളം പുസ്തകം എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90-ലധികം പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദൈവദാസന്മാരുടെ ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ഒരു പുസ്തകം എഴുതണം. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ പുസ്തകം മരിക്കത്തില്ല. അതേതെങ്കിലുമൊക്കെ ബൈബിൾ കോളേജിൽ ആരുടെയെങ്കിലുമൊക്കെ കിടക്കും. ഒരു പുസ്തകം എഴുതണം. എല്ലാം വിവരിച്ചു. പറഞ്ഞു അവിടെ ഒരു കിടക്കയുണ്ട്. അദ്ദേഹം വായിച്ചും എഴുതിയും തളർന്നു കഴിയുമ്പോൾ ആ കിടക്കയിൽ കുറച്ച് കിടക്കുന്ന മുറി താഴെയാണ്, പക്ഷേ അവിടെ ഒരു കിടക്കയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കണ്ടു, ആ കിടക്കയുടെ അടുക്കൽ ഒരു ചവിട്ടുമെത്തയുണ്ട്, കട്ടിയുള്ള ചവിട്ടുമെത്ത. പറഞ്ഞു അതിനകത്ത് 2 കിഴുത്തയുണ്ട്. അതെന്താണ്? അദ്ദേഹം പറഞ്ഞു അവിടെയാണ് ജോൺ വെസ്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. ഒരു ദിവസം മുട്ടുകുത്തി, 2 ദിവസം മുട്ടുകുത്തി, 1 മാസം മുട്ടുകുത്തി, 5-6 മാസം മുട്ടുകുത്തിയപ്പോൾ അതിനകത്ത് കിഴുത്ത വീഴാൻ തുടങ്ങി. വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ആ കിഴുത്ത വളരെ വലുതായി. അതിൻ്റെയാണ് പോകാൻ നമുക്ക്. അദ്ദേഹം മുമ്പേ പോയി. ഈ വന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരാണ് മുഴുവൻ പേരും. അവരെല്ലാവരും പുറകെ പോയി. താഴത്തെ നിലയിൽ വന്നു. എല്ലാവരും വണ്ടിയിൽ കയറി. എഡ്വിൻ ഓർ അവിടെ നിന്നുകൊണ്ട് ആളുകളെ എണ്ണി. 1, 2, 3, 4, 44. ഞാൻ പറയുന്ന എണ്ണം തെറ്റിപ്പോയെന്ന് വരാം കേട്ടോ, പക്ഷെ കഥ ശരിയാണ്. 40 ഒരാളിൻ്റെ കുറവുണ്ടല്ലോ. ഒന്നുകൂടെ എണ്ണി 44 ഉള്ളൂ. ഒരാളിനെ കാണാനില്ല. അദ്ദേഹം തിരിച്ചു പോയി. താഴത്തെ നിലയിൽ നോക്കി, അടുക്കളയിലോട്ട് നോക്കി, അവിടെ ഇല്ല. അവിടുത്തെ കക്കൂസിലോട്ട് നോക്കി, അവിടെ ഇല്ല. മേളത്തെ നിലയിൽ പോയി കിടക്കമുറികളൊക്കെ നോക്കി, അവിടെയുമില്ല. അവിടുത്തെ കക്കൂസിലും നോക്കി, അവിടെയുമില്ല. മേളത്തെ നിലയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു ഒരു ചെറുപ്പക്കാരൻ, 22-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കട്ടിലിൻ്റെ അവിടെ മുട്ടുകുത്തി. എവിടെ? ജോൺ വെസ്ലിയുടെ കാല് ഇരുന്ന ആ ദ്വാരങ്ങളിൽ തൻ്റെ മുട്ട് അമർത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കലൂടെ ചെയ്യണമേ. ലോർഡ് ഡു ഇറ്റ് അഗൈൻ. ദൈവമേ, ഒരിക്കലൂടെ ചെയ്യണമേ. ജോൺ വെസ്ലിയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലൂടെ പ്രവർത്തിക്കണമേ. എഡ്വിൻ ഓർ അദ്ദേഹത്തൊന്ന് കൈവെക്കാൻ പോവാ കേട്ടോ. എഡ്വിൻ ഓർ അങ്ങോട്ട് ചെന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ പറഞ്ഞു, നമുക്ക് പോയേ പോക്കത്തുള്ളൂ, എഴുന്നേറ്റാട്ടെ. ബില്ലി ഗ്രഹാം എഴുന്നേറ്റു. അതായിരുന്നു ബില്ലി ഗ്രഹാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹാനായ വ്യക്തിയാക്കി ബില്ലി ഗ്രഹാമിനെ മാറ്റിയത്. നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവദാസന്മാർ മാത്രമല്ല, അമ്മമാർ, അപ്പന്മാർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പുരുഷാരം കൂടെ വന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ പിന്നാലെ ആളുകൾ വരും. രൂപ വാരി വെതറിയാൽ തൽക്കാലത്തേക്ക് വന്നെന്ന് വരാം, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ്റെ പുറകെ എന്നും ആളുകൾ കാണും. രൂപ കൊടുത്താലും കൊടുത്തില്ലേലും, ആഹാരം കൊടുത്താലും കൊടുത്തില്ലേലും ശരി, പ്രാർത്ഥിക്കുന്നവൻ്റെ പുറകെ ആളുകൾ കാണും. യേശു വന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി ആരാണ്? കുഷ്ഠം അന്നത്തെ കാലത്ത് മരുന്നില്ലാത്ത ഒരു രോഗം. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ എയ്ഡ്സ് രോഗം. ഇന്നത്തെ കാലത്ത് ഒരു എയ്ഡ്സ് രോഗി ഉണ്ടെങ്കിൽ പിന്നെയും എവിടെയെങ്കിലും താമസിപ്പിക്കാനൊക്കെ ആളുകളുണ്ട്. അന്ന് ഒരാൾക്ക് കുഷ്ഠം വന്നാൽ എവിടെയെങ്കിലും ഒരു കുഷ്ഠത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ വേദപുസ്തക പ്രകാരമാണെങ്കിലും അല്ലെങ്കിലും അയാളെ പട്ടണത്തിന് പുറത്തു കൊണ്ടുവിടും. പിന്നെ അമ്മയും നോക്കത്തില്ല, അപ്പനും നോക്കത്തില്ല, ഭാര്യയും നോക്കത്തില്ല, ഭർത്താവും നോക്കത്തില്ല, മക്കളും നോക്കത്തില്ല. ആരെങ്കിലും ദൂരെ നിന്നുകൊണ്ടൊരു ചപ്പാത്തി എറിഞ്ഞു കൊടുത്ത താഴെ കിടക്കും, അതെടുത്ത് തരണം, മണ്ണ് തൊട്ടിക്കളഞ്ഞിട്ട്. അയാൾക്ക് ആരുമില്ലാത്ത ഒരു മനുഷ്യനാവും ഈ കുഷ്ഠരോഗി. എന്താണ് കുഷ്ഠരോഗം? വേദപുസ്തകത്തിനകത്തെ രോഗത്തിനെല്ലാം ഒരു ആത്മീക അർത്ഥമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടില്ല.
ചിലപ്പോൾ ഗവേഷണം നടത്തിയാൽ ദൈവം പറഞ്ഞാൽ ഞാൻ ഗവേഷണം നടത്താം. എന്നാൽ കുഷ്ഠരോഗത്തിൻ്റെ ആത്മീക അർത്ഥം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് കുഷ്ഠരോഗം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ, ത്വക്കിൻ്റെ തടിപ്പ്. കുഷ്ഠം അങ്ങനെ വരുന്നത്, ആദ്യം വരുന്നത് കുഷ്ഠരോഗം അങ്ങനെ വരുന്നത്. ഒരു ചെറിയ തടിപ്പ്, ഒരു പൈസയുടെ അത്രയും കാണും, ഒരു 50 പൈസയുടെ അത്രയും, അല്ലെങ്കിൽ 25 പൈസയുടെ അത്രയും ഒരു തടിപ്പ്. നമ്മൾ വിചാരിക്കും തടിപ്പാണെന്ന്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ നിറം മാറാൻ തുടങ്ങുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിനകത്തുള്ള രോമങ്ങൾ പോലും വെളുത്തതാകാൻ തുടങ്ങുന്നത്. ഇതൊക്കെ കുഷ്ഠരോഗമാണ്. എന്താണ് കുഷ്ഠരോഗം? ത്വക്കിൻ്റെ തടിപ്പാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരമാണ്, തടിപ്പ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നമ്മളൊരിക്കലും അഹങ്കാരികളാകരുത്. ചിലപ്പോൾ നല്ല ജോലി കിട്ടിക്കാണും, നല്ലതുപോലെ പ്രസംഗിക്കാൻ അറിയാം, വർഗീസിനോട് തന്നെ പ്രസംഗിക്കുകയാണ്. ചിലപ്പോൾ നല്ലതുപോലെ നിങ്ങൾ പാട്ട് പാടുമായിരിക്കും, നല്ലതുപോലെ പുസ്തകം എഴുതുമായിരിക്കും, നിങ്ങൾക്ക് വലിയ വീടായിരിക്കാം, വലിയ കാറായിരിക്കാം, വലിയ പ്രതാപമുള്ള വീട്ടിലായിരിക്കാം നിങ്ങൾ ജനിച്ചത്. അഹങ്കാരിയാകരുത്. നിങ്ങൾക്ക് ബില്ലി ഗ്രഹാം എനിക്ക് തന്ന ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാ ദിവസവും സദൃശ്യവാക്യം ഒരധ്യായം വായിക്കണം. ബില്ലി ഗ്രഹാം എനിക്ക് തന്ന ഉപദേശമാണ്. ഞാൻ ലില്ലി എല്ലാ ദിവസവും വായിക്കും. എത്ര ദിവസമുണ്ട്? 40 വർഷമായിട്ട് ഇതുവരെ തളർന്നിട്ടില്ല. എല്ലാ ദിവസവും വായിക്കും. ഇന്ന് വായിച്ചില്ല, കാരണം ഇന്ന് രാവിലെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് യാത്ര തുടങ്ങിയതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇന്നലെ വായിച്ചു, ഇനി ഞാൻ വായിച്ചു, അതിന് മുമ്പത്തെ ദിവസം വായിച്ചു, നാളെ ഞങ്ങൾ വായിക്കും. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, നിങ്ങളുമായി. അതിനകത്ത് നിഗളികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഹങ്കാരികളാകരുത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ചിലപ്പോൾ മക്കൾക്ക് അഹങ്കാരം വരും. എന്തുവേണം? എൻ്റെ അപ്പൻ ആരാന്നറിയാമോ? ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അപ്പനാ, നിന്നെ മര്യാദ പഠിപ്പിക്കണം. പറയണം, മോനെ നാളെ അപ്പൻ്റെ കൈ തളർന്നു പോയാൽ എന്തോ കൊടുക്കും? നാളെ നിൻ്റെ അപ്പൻ്റെ തോളയിലിരിക്കുന്ന ഈ നക്ഷത്രം ഉണ്ടല്ലോ, അത് പറന്നു പോയാൽ എന്തോ കൊടുക്കും? അഹങ്കാരിയാവും. ഞാനൊരു അഹങ്കാരിയായിരുന്നു. കാരണം എൻ്റെ അപ്പന് കുറച്ച് പണമുണ്ടായിരുന്നു. അപ്പം പാവപ്പെട്ടവരുടെ നാടാണ് ഞങ്ങളുടെ നാട്, മലനാടാണ്. എല്ലാവരും 4 വീട്ടുകാരേ ഉള്ളൂ 3 നേരം ആഹാരം കഴിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു നേരത്തെ പോലും ആഹാരം ഇല്ലാത്തവരാണ് അധികം പേരും. അപ്പോൾ അതിൻ്റെ അഹങ്കാരം, എൻ്റെ പപ്പായുടെ പണത്തിൻ്റെ അഹങ്കാരം, എൻ്റെയും യൗവനത്തിൻ്റെ അഹങ്കാരം. ഞാനൊരു അഹങ്കാരിയായിരുന്നു. ഒരു സംഭവം പറയാം. ഞാൻ പട്ടാളത്തിൽ ചേർന്നു. ജോലി, ശമ്പളം, മോഷ്ടിക്കുന്ന പണം, പട്ടാളത്തിലെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുമായിരുന്നു ഞാൻ. ഒരിക്കൽ അവധിക്ക് വന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. കഴിക്കുമെന്ന് വെച്ച് പോവാണ്. പപ്പ എൻ്റെ കൂടെ ഒരിക്കലേ റെയിൽവേ സ്റ്റേഷനിൽ വരെ വന്നുള്ളൂ. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല, അതിന് മുമ്പും വന്നില്ല. അന്ന് എൻ്റെ കൂടെ വന്നു. അന്ന് എനിക്ക് 2nd ക്ലാസ് ടിക്കറ്റാണ്. അന്ന് 3rd ക്ലാസ് ഉണ്ട്. 1st ക്ലാസ്, 2nd ക്ലാസ്, 3rd ക്ലാസ്. 2nd ക്ലാസ് ടിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അഹങ്കാരമുണ്ട്. എല്ലാവരും കാണട്ടെ, ഈ വർഗീസ് പട്ടാളക്കാരനാണേലും 2nd ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഗവൺമെൻറ് തരുന്ന ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. ഞാനവിടെ ചെന്നു. എനിക്ക് പറയുന്നതിൽ ലജ്ജയുണ്ട്. ഒരു ഭിക്ഷക്കാരൻ വന്ന് പറഞ്ഞു, സാറേ വല്ലതും തരണേ. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് അയാളുടെ ഭിക്ഷപാത്രത്തിനൊരു തൊഴി കൊടുത്തു. അതങ്ങ് തെറിച്ചങ്ങ് താഴെ പോയി. എൻ്റെ പപ്പ ഓടിപ്പോയി അതെടുത്തുകൊണ്ടൊന്ന് അയാളെ കൊടുത്തു. പപ്പ ലജ്ജിതനായി. എൻ്റെയൊക്കെ പറഞ്ഞു, പണ്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു, മോനെ അഹങ്കരിക്കരുത്. ഇന്നത്തെ ജോലി പോകാം, ഇന്നത്തെ പണം പോകാം, ഇതൊന്നും സ്ഥിരമല്ല. താണനിലത്തെ നീരോട് ബാക്കി അവിടെ ദൈവം തുണ ചെയ്യൂ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ അഹങ്കാരിയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാവധാനത്തില്ല, പെട്ടെന്നൊന്നും സംഭവിച്ചില്ല. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ടും അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, അഹങ്കരിക്കരുത്. ആത്മീക കുഷ്ഠം ഉണ്ടാകരുത്. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. ഒരു ഡോക്ടർക്കും പറയാനൊക്കത്തില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന്. ഇവിടെ ഡോക്ടർമാരാരെങ്കിലും ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പോയി ചോദിക്കണം. ഒരു ചെറിയ തലവേദനയുണ്ട്, സുഖമാക്കാമോ? ബുദ്ധിയുള്ള പഠിത്തമുള്ള ഒരു ഡോക്ടറും പറയത്തില്ല ഞാൻ സുഖമാക്കാമെന്ന്. ഇത്രയേ പറയത്തുള്ളൂ, ശ്രമിക്കാം, പരിശ്രമിക്കാം. ഒരു ഡോക്ടർക്കും സൗഖ്യമാക്കാനൊക്കത്തില്ല. അവർക്ക് പല ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വി ട്രീറ്റ്, ഗോഡ് ഹീൽസ്. ഞങ്ങൾ ചികിത്സിക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. ദൈവം പരിശ്രമിക്കുകയല്ല, ദൈവം ചികിത്സിക്കുകയല്ല, അവൻ സൗഖ്യമാക്കുന്നു. ഞാൻ അത്ഭുതങ്ങൾ കാണുന്ന മനുഷ്യനാണ്.
ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. അത്ഭുതം കാണുന്ന മനുഷ്യനാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മരിച്ച ഒരാളും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരും കാണാതെ 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ആലുവയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബഥേൽ ആശ്രമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചു. എൻ്റെ അടുക്കൽ അവിടുത്തെ അന്നമ്മ സഹോദരി വന്ന് പറഞ്ഞു, ഒരു സഹോദരി മരിച്ചുപോയി. ഞാൻ അവിടെ ചെന്നു. മരിച്ചു കിടക്കുകയാണ് കട്ടിലേൽ. അവരുടെ മോള് പൊട്ടിക്കരയുകയാണ്. ഞാൻ ആ സഹോദരി ഉയർത്തെഴുന്നേക്കാൻ പ്രാർത്ഥിച്ചു. സംഭവിച്ചില്ല. ഞാൻ ബാക്കി എല്ലാ അത്ഭുതവും കണ്ടിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. 5 എയ്ഡ്സ് രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. മുടന്തരായിട്ട് നടന്നു വരുന്നവർ നല്ലതുപോലെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്കും പറയാനൊക്കത്തില്ല ഞാൻ സൗഖ്യമാക്കാം, അതോ ഡോക്ടർക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ഒരിക്കൽ വീട്ടിലിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആലോചിച്ചോട്ടെ. ആലുവയിലിരിക്കുകയാണ്. ആലുവയിലിരിക്കുന്ന സമയത്ത് ഒരു കുടുംബം എൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പനും മോളും. മോക്കൊരു 10-12 വയസ്സ് കാണും. പാവാട ബ്ലൗസ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിന് ഇറച്ചിയും മീനും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കും. ഒരിക്കലും കഴിച്ചിട്ടില്ല. കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആ കുഞ്ഞിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യമാക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ചോദ്യം അവരുടെ മറുപടിയും രണ്ടാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കുമോ? അവളെന്തോ പറഞ്ഞേ? ദൈവത്തിനല്ല. അതല്ല ഞാൻ ചോദിച്ചത്, നിന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ? 2-3 പ്രാവശ്യം ചോദിച്ചു. അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് അവരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോഴിക്കറി, കോഴിയിറച്ചിയുടെ കറിയല്ല, കോഴിയിറച്ചിയുടെ കറിയും അപ്പവും കൂടെ കൊണ്ടുവച്ചു. ഞാൻ പറഞ്ഞു, ഈ കൊച്ചിനോട് കൊടുത്താൽ. അയ്യോ, അപ്പൻ പറഞ്ഞു, ആ കൊച്ചു കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കും. ഞാൻ പറഞ്ഞില്ല, ഛർദ്ദിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് സൗഖ്യമാക്കി കഴിച്ചു, ഛർദ്ദിച്ചില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത്, നിങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കാം, എൻ്റെ പ്രശ്നം മാറ്റും, എൻ്റെ വിവാഹം നടത്തിത്തരും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, എനിക്ക് ജോലി തരും, എൻ്റെ സഭ വലുതാകും, എൻ്റെ പുരയിടം കുറച്ചുകൂടെ വലുതാകും. എവിടെയാണ് കോളി പ്രവർത്തിക്കുന്നത്? ജാബുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു ചർച്ച ഉണ്ടായിരുന്നു. കൊച്ചു ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു 40 അടി നീളം, 20 അടി വീതി ഉള്ള കൊച്ചു ചർച്ച. കൊച്ചല്ല, ഒരു ഇടത്തരം ചർച്ച. ഞാനവിടെ ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സഭ അങ്ങ് വളരാൻ തുടങ്ങി. ഒത്തിരിയായി. അവർ ചർച്ച വലുതാവണം. കാരണം പുതുതായിട്ട് ആളുകൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് രൂപ തരാൻ പറയാനൊക്കത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ വിചാരിക്കും, ഞങ്ങളെ വിളിച്ചോ രൂപ വാങ്ങിക്കാനാണ്. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമ്മുടെ PG എങ്കിൽ പഠിപ്പിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ഭിത്തിയിലോട്ട്, യഥാർത്ഥ സത്യം വേണമെങ്കിൽ കോളിയുടെ ഫോൺ നമ്പർ തരാം. കോളി അവിടുത്തെ PT വർഷനൊക്കെ ചോദിച്ചാൽ മതി, കോളിയുടെ നമ്പർ തരും. അവരെല്ലാവരും കൂടെ ചർച്ചിൻ്റെ ഭിത്തിയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞ്, നമുക്ക് തള്ളാം. യേശുവിൻ്റെ നാമത്തിൽ പുറകോട്ട് മാറ്, യേശുവിൻ്റെ നാമത്തിൽ പുറകോട്ട് മാറ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങോട്ട് മാറ്, യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങോട്ട് മാറ്. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു ചർച്ച വന്നത്. ഫെയ്ത്ത് വർക്ക്സ്. വിശ്വാസം പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ ഒരിക്കൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കാം, എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരും, എനിക്ക് ബുദ്ധി തരും, എനിക്ക് കഴിവ് തരും. എനിക്ക് 5 മക്കളാണ്. ലില്ലി, നമുക്ക് എത്ര മക്കളാണ്? 5 അല്ലയോ? എണ്ണി നോക്കട്ടെ. ലില്ലി പറയുന്ന മറുപടി പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ലില്ലിയെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കുന്നില്ല കേട്ടോ. ലില്ലി ഇങ്ങനെ പറയും, എനിക്ക് 5 ഉള്ളൂ, അച്ചായൻ്റെ കാര്യം അച്ചായനെ അറിയാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവസാനം കരയിപ്പിക്കാനാണ്. 5 മക്കളാണ്. ആനി ബ്ലസ്സൻ. അവന് കളിക്കാരനാണ്. പഠിക്കുന്നതേ അവനിഷ്ടമല്ല, അവന് കളിക്കുന്നതാണ് ഇഷ്ടം. അവൻ കിടന്നുടങ്ങുമ്പോഴിങ്ങനെ പുക്കിളിനകത്ത് വിരലിട്ടുണ്ട്. സ്കൂട്ടർ ഓടിക്കുക, പട്ടം പറത്തുക. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പോയിരുന്നു. ചോദ്യപേപ്പർ കിട്ടി, നല്ല 1-ാം തരം ചോദ്യപേപ്പർ. പക്ഷേ അവന് ഉത്തരവൊന്നും അറിയത്തില്ല. ചോദ്യം നല്ലത്, അവന് ഉത്തരവൊന്നും അറിയത്തില്ല. അവന് വിചാരിച്ച്, ഭർത്താവേ, അവൻ പ്രാർത്ഥിക്കാൻ അറിയായിരുന്നു. അവൻ്റെ അമ്മ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അവൻ്റെ അപ്പനും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം ചോദ്യപേപ്പറും കൊണ്ട് ചെല്ലുമ്പം മമ്മി ചോദ്യം ചോദിക്കും, മമ്മി അടിക്കും എന്നെ ഒത്തിരി, എന്നെ ഒന്ന് സഹായിക്കണം. യേശുവേ, എനിക്കിതിൻ്റെ ഒന്ന് ഉത്തരം അറിഞ്ഞുകൂടാ, നിനക്കറിയാമല്ലോ, അതുകൊണ്ട് ഈ ചോദ്യപേപ്പർ അങ്ങോട്ട് എടുത്തും വെച്ചതിൻ്റെ മറുപടിയല്ല എനിക്കറിയണം. അവൻ പരീക്ഷ എഴുതി 70-ലധികം മാർക്ക് കിട്ടിയവൻ. പ്രാർത്ഥിക്കാൻ പഠിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒരിടത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്കൊരു വീടുണ്ടായിരുന്നു. കഥയാണ്. ആ വീടിനപ്പുറത്തൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിനപ്പുറത്തൊരു ആറുണ്ടായിരുന്നു. ആറിൻ്റെ അവിടെ എല്ലാം ഒത്തിരി തെങ്ങും ഒത്തിരി നല്ല ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് ഒരാഗ്രഹം, ഈ കുന്ന് ഇവിടുന്ന് അങ്ങ് മാറിപ്പോയാൽ എനിക്ക് ഈ ആറ് കാണാം, അവിടുത്തെ തെങ്ങും തോപ്പ് കാണാം, ചെടികളൊക്കെ കാണാം. അന്നേരമാണ് ആരാണ്ട് ദൈവദാസൻ്റെ പ്രസംഗം കേട്ടു വേദപുസ്തകത്തിൽ നിന്ന്, ഈ കുന്നിനോട്, ഈ മലയോട് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ മാറിപ്പോവും. അവർക്ക് വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. അവർ കിടക്കാൻ നേരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ജനലങ്ങോട്ട് തുറന്നു തന്നിട്ട് പറഞ്ഞു, ആണ്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ മലയോട് കൽപ്പിച്ചാൽ മാറിപ്പോ. അതുകൊണ്ട് മലയോട് കൽപ്പിക്കണം, മാറിപ്പോ. കതകങ്ങടച്ചു. നേരം വെളുത്തും വെച്ച് അവർ ജനൽ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട്. അവരന്നേരം പറഞ്ഞു, എനിക്ക് അന്നേരെ അറിയാമായിരുന്നു നടക്കത്തില്ലെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വേറൊരു യഥാർത്ഥ സംഭവം പറയട്ടെ, മറ്റേത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു യഥാർത്ഥ സംഭവം. ഇതുപോലൊരു മലയുണ്ടായിരുന്നു. അവിടുത്തെ ഒരു അമ്മച്ചിക്ക് നടന്ന് വേണം ഈ മലയുടെ പുറത്തൂടെ കയറി വേണം അപ്പുറത്തോട്ട് പോകാൻ. അങ്ങ് ഒത്തിരി വേണം ഈ മലയെല്ലാം കൂടെ കയറി അങ്ങ് നടന്ന് അപ്പുറത്ത് ചെന്നിട്ട് വേണം പിന്നെ ബസ്സിൽ കയറി എവിടെയെങ്കിലും പോകാനായിട്ട്. അവരൊരു ദിവസം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വേദപുസ്തകത്തിനകത്ത് വാക്യങ്ങൾ കണ്ട് ഈ മലയോട് മാറിപ്പോകാൻ അവർ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ മല മാറിപ്പോകട്ടെ. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, പല ദിവസം പ്രാർത്ഥിച്ചു. ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബുൾഡോസറെല്ലാം വന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ആരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ പുതിയൊരു ഓർഡർ വന്നു, ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ എയർപോർട്ട് ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് വന്നിട്ട് ഈ മലയെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് ദൂരെ കൊണ്ട് കളഞ്ഞു. അവർക്ക് മല കയറാതെ പോകാൻ സഹായിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അസാധാരണമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. അത് പിന്നീട് ഞാൻ പറയാം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, എൻ്റെ കാര്യം സാധിച്ചു തരണം. കുഷ്ഠരോഗി, അവനും പുറജാതി ആയിരിക്കാം, കേട്ടോ, നമുക്കറിഞ്ഞുകൂടാ. അതോ യഹൂദനാണ്, നമുക്കറിഞ്ഞൂടാ. ഈ കഥ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്തും പറയുന്നുണ്ട്. യേശുക്രിസ്തു വന്നത് എന്തിനാണ്? 2 വാക്യങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ അവൻ വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, അറിയാവുന്നവരും എഴുതിയിട്ടാൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കാൻ എളുപ്പമുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. ഒരു ദിവസം ഒരു ഉപദേശം നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറി, ഒരു ദിവസം റേഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ടെലിവിഷനകത്തൊരു സന്ദേശം അവിചാരിതമായിട്ട് വന്നതല്ല. ദൈവം ഒരാളിനെ നിൻ്റെ വീട്ടിലോട്ട് അയച്ചതാണ്. ദൈവം ഒരു ടെലിവിഷനകത്തൊരു പ്രസംഗനെ പറഞ്ഞയച്ചതാണ്, കേട്ടോ. അതുകൊണ്ട് തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് വന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്. ഹല്ലേലൂയ. ഇത് 2-ാമത്തെ കഥയിലേക്ക് വരികയാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 5-ാമത്തെ വാക്യം. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച്, പക്ഷപാതമല്ല പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ കഫർന്നഹൂമിൽ വന്നപ്പോൾ, കഫർന്നഹൂം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കഫർ നഹൂം എന്നാണ്. നഹൂമിൻ്റെ പട്ടണം. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പ്രസംഗിക്കാൻ പോയതാണ്, കേട്ടോ, അല്ലാതെ സ്ഥലം കാണാൻ പോയതല്ല. ഞാൻ പൈസ ചിലവാക്കാതെ അവരുടെ ചിലവിൽ പോയി കിട്ടിയ സ്തോത്രകാഴ്ചയായിട്ട് മടങ്ങി വന്നു. കഫർന്നഹൂം. ഈ കഫർന്നഹൂമിനെ പറ്റി പറയുന്നത് അത് യേശുവിൻ്റെ പ്രവർത്തന സ്ഥലമെന്നാണ്, അല്ലേ? അവൻ്റെ പ്രവർത്തന സ്ഥലം. അവൻ സ്വന്തം ഗ്രാമത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അവൻ അവിടെ അല്ല ജനിച്ചത്. എനിക്കൊക്കെ എന്നെപ്പറ്റി പറയണമെങ്കിൽ ഞാൻ മലയാളിയാണെന്ന് പറയാം, ശരിയാണ്. എന്നാൽ ഞാൻ മലയാളിയാണോ? അല്ല. ഞാനിവിടെ ജീവിച്ചത് 19 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് മിച്ചി 83 വയസ്സിനകത്ത് ബാക്കിയെല്ലാം ഞാൻ വളർന്നതെല്ലാം വടക്കേ ഇന്ത്യയിലാണ്. ഇപ്പോഴും ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാം, എൻ്റെ പ്രവർത്തന സ്ഥലം ഡൽഹിയാണ്. അതുപോലെ യേശുവിൻ്റെ പ്രവർത്തന സ്ഥലമായിരുന്നു കഫർന്നഹൂമും അതിനടുത്തുള്ള പട്ടണങ്ങളുമെല്ലാം. അവനവിടെ ചെന്ന സമയത്ത് കഫർന്നഹൂമിൽ ചെന്നപ്പോൾ ചില വേഗത്തിൽ പോകണം.
ആദ്യത്തെ കഥ പറയാൻ ഞാൻ അല്പം കൂടുതൽ സമയമെടുത്തു. ഒരു ശതാധിപൻ വന്ന അവനോട്, കർത്താവേ, ഒരു ശതാധിപൻ വന്നു. ആരാണ് ശതാധിപൻ? എല്ലാവർക്കും അറിയാം, 100 പട്ടാളക്കാരുടെ കമാൻഡറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഗവർണർ, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറാണ്. അന്ന് റോമൻ പട്ടാളം ഏതെങ്കിലും ഒരു രാജ്യം പിടിച്ചടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഭരിക്കാനായിട്ട് ഒരു ശതാധിപനെയാക്കുന്നത് 100 പേര്, അത് മതി അവർക്ക്, അവർ എല്ലാവരും ഭരിക്കും. ഇംഗ്ലണ്ടിലൂടെ ഭരിച്ചപ്പം ഇംഗ്ലണ്ടിലെ സാഹിബ്മാർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? എനിക്കറിഞ്ഞൂടാ, 1000 പേര് കുഴപ്പം. അവരാണ് ഇന്ത്യ മുഴുവൻ ഭരിച്ചത്. അതുപോലെ ഈ 100 പേര് ശതാധിപൻ എഴുതിയെടുക്കാം. ഒന്നുകിൽ 100 പട്ടാളക്കാരുടെ കമാൻഡറായിരിക്കാം, അല്ലെങ്കിൽ 124 പേരുടെ കമാൻഡറായിരിക്കാം, അല്ലെങ്കിൽ 248 പേരുടെ കമാൻഡറായിരിക്കാം. ഞാൻ പറഞ്ഞത് ശരിയാണോ? ആണെന്ന് തോന്നുന്നു, ആണെന്നാണ് എൻ്റെ വിചാരം. ഇതിൽ ആരുടെ ഒരു കമാൻഡറാണ്. 3 വിധത്തിലുണ്ട്. ചെറിയ പട്ടാളത്തിൻ്റെ കമാൻഡർ, കുറച്ചുകൂടെ ഉയർന്ന പട്ടാളത്തിൻ്റെ കമാൻഡർ. ഞാൻ ഒത്തിരി ഗവേഷണം നടത്തിയിട്ടാണ് ഓരോന്നും പ്രസംഗിക്കുന്നത്. അതിനേക്കാളും വലുതാണ്. ഒന്നുകിൽ 100, അല്ലെങ്കിൽ 124, അല്ലെങ്കിൽ 248. അതാണ് ഏറ്റവും വലിയ പട്ടാളം. അതിൻ്റെ കമാൻഡറാണ്. അയാൾ ആരാണ്? അയാൾ യഹൂദനല്ല, യേശുവിനുമായിട്ടുള്ള ബന്ധമേ അല്ല, യഹൂദന്മാരെ ഭരിക്കുന്നവരാണ്. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു വിരോധിയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് പറയുന്നത് കേട്ടാട്ടെ. ഉത്തർപ്രദേശിലോ അതിനപ്പുറത്തൊരു സ്റ്റേറ്റുണ്ട്, ഉത്തരാഖണ്ഡ്. അവിടെ 2 വേദപുസ്തകം കൊണ്ട് റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല, തല്ലിക്കൊല്ലും. ഉത്തർപ്രദേശിൽ അതുകൊണ്ട് കടലാസിനകത്ത് പൊതിഞ്ഞും തുണിക്കകത്ത് പൊതിഞ്ഞിട്ടുമാണ് ഞങ്ങളുടെ സുവിശേഷങ്ങൾ. ഞങ്ങളുടെ മാത്രമല്ല, ആരുടെ ആയിരുന്നാലും നടക്കുന്നത്. ഇനിയുണ്ട് എനിക്കിതുപോലെ കുറേ കാര്യങ്ങൾ പറയുവാൻ. പോട്ടെ, നമുക്ക് മുമ്പോട്ട് പോകണം. അവൻ വന്നിട്ട് പറഞ്ഞു, എന്താണ് വന്നിട്ട് പറഞ്ഞു? അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ക്രിസ്തു വിരോധി യേശുവിൻ്റെ അടുക്കൽ വന്നു. ആവശ്യം വന്നപ്പോൾ വന്നു. അവൻ ആവശ്യക്കാരനായിരിക്കുമ്പോഴും വരുമ്പം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അത് തന്നെ ലൂക്കോസിന് അവിടെ പറയുന്ന ഇച്ചിരി വ്യത്യാസമായിട്ടാണ്. അവിടെ പറയുന്നവൻ ആളുകളെ, യഹൂദന്മാരുടെ പ്രമാണികളെ അയച്ചു എന്നാണ്. അപ്പോൾ അതാണോ ശരി, ഇതാണോ ശരി? അപ്പോൾ വേദപുസ്തകത്തിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം PG വർഗീസൂടെ വന്നു. എന്നാൽ വേണമെങ്കിൽ പാസ്റ്റർക്ക് പറയാം, PG വർഗീസ് എന്നോട് മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്യാമോ എന്ന് വന്ന് ചോദിച്ചു. ഞാനല്ല വന്നത്, വേറൊരാളിനെ അയച്ചതാണ്. രണ്ടും ശരിയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക് വന്നു. എന്താ വരാൻ കാര്യം? അയാൾക്ക് യേശുവിനെ പറ്റി അറിയാമായിരുന്നു. യേശു സൗഖ്യമാക്കുമെന്ന് അറിയാമായിരുന്നു. ജാതി നോക്കാതെ, മതം നോക്കാതെ യേശു സഹായിക്കുമെന്ന് അറിയാമായിരുന്നു. എങ്ങനെ അറിഞ്ഞു? അവന് 2 കാര്യങ്ങൾ. ഒന്ന്, യഹൂദ പ്രമാണികളുമായിട്ട് അവന് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഇല്ലായിരിക്കാം. നിങ്ങൾ ചിലപ്പം വേദപുസ്തകമായിട്ട് യാതൊരു നിങ്ങളൊരു ക്രിസ്ത്യാനിയെ അല്ലായിരിക്കാം. പക്ഷേ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. എൻ്റെ പപ്പ ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു, ഭക്തനായ ഓർത്തഡോക്സുകാരൻ. ഒരു മർത്തോമ പള്ളി പോലും ഒരിക്കൽ പോലും കാല് വെച്ചിട്ടില്ലാത്ത മനുഷ്യൻ. പക്ഷെ പപ്പ ആ സമയത്തും മർത്തോമയിലെ ഉപദേശിമാരെയും പെന്തിക്കോസിൽ, അന്ന് 2 കൂട്ടമാണ് ഉപദേശിമാരാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. നാട്ടിലല്ല, കുറച്ച് ദൂരെ. അവരെയൊക്കെ വീട്ടിലോട്ട് വിളിക്കുമായിരുന്നു. അവിടുന്ന് വേദപുസ്തകം പഠിക്കുമായിരുന്നു. എൻ്റെ ഉപദേശം കേട്ടാട്ടെ, നിങ്ങൾ വേദപുസ്തകം കൊണ്ട് നടക്കുന്ന ഒരു സഭാവിഭാഗത്തിലല്ലെങ്കിലും അങ്ങനെയുള്ളവരെ വല്ലപ്പോഴുമെങ്കിലും വീട്ടിൽ വിളിച്ചിട്ട് വചനം കേൾക്കണം കേട്ടോ. ഈ മനുഷ്യൻ അറിയാമായിരുന്നു. മറ്റവർക്ക് ചോദിച്ച് എങ്ങനെ അവരുടെ സുഖമില്ലാതായ അവർ പറഞ്ഞു കൊടുത്തു. വിശ്വാസം കേൾവിയാൽ വരുന്നു. പ്രാർത്ഥിക്കുമ്പോഴല്ല, വേദപുസ്തകം വായിക്കുമ്പോഴുമല്ല, കേൾവിയാൽ. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോഴും ഇച്ചിരി ഉറക്ക വായിക്കണം. ആദിയിൽ ദൈവം അത്രയും ഉറക്ക പറഞ്ഞില്ലെങ്കിലും പതുക്കെയെങ്കിലും പറയണം. ആദിയിൽ ദൈവം ആകാശം ഉറക്കെ. വിശ്വാസം കേൾവിയാൽ വരുന്നു. ഞാൻ എൻ്റെ ചാരുകസേരയിൽ കിടക്കും, കാലുമൊക്കെ പൊക്കി വെച്ച് കിടക്കും. സങ്കീർത്തനം 15 ഉറക്ക വായിക്കും, 23 ഉറക്ക വായിക്കും, 27 ഉറക്ക വായിക്കും, 32, 51, 121. കുറേ എനിക്കിഷ്ടപ്പെട്ട കുറേ സങ്കീർത്തനങ്ങളുണ്ട്. 15 എല്ലാം ഞാൻ ഉറക്ക വായിക്കും. വിശ്വാസം കേൾവിയാൽ
വരുന്നു. അപ്പോൾ നിങ്ങൾ കേൾക്കണം, മക്കളെയും ഉറക്കെ വായിച്ച് കേൾപ്പിക്കണം. ഒത്തിരി നീട്ടി പറയാൻ കഴിയും എനിക്ക്. അങ്ങനെ ഓടി വന്ന് കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, കർത്താവേ, പറഞ്ഞത് കേട്ടാട്ടെ, 7-ാമത്തെ വാക്യം, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അപേക്ഷിച്ച് എന്തുവാ? മുഴുവൻ എഴുതിയിട്ടില്ല. അവനെ സുഖമാക്കാമോ എന്നാണ് അപേക്ഷിക്കുക. അല്ലാതെ കിടക്കുന്നവർ അപേക്ഷിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതൊരു പരമാർത്ഥം പറയുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ബാല്യക്കാരൻ. ഈ മനുഷ്യൻ്റെ 2-3 ഗുണങ്ങൾ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ ബാല്യക്കാരനെ പറ്റി അവന് കരുതലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങൾക്ക് വേറൊരാളിനെ പറ്റി കരുതലുണ്ടോ? നിങ്ങളുടെ സഭയിലുള്ള ഒരാൾ വേദനയില്ല, കരുതലുണ്ടോ? പോയി കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവിടുത്തെ അമ്മച്ചി രോഗിയായിട്ട് കിടക്കുക, ചെന്നിട്ട് അമ്മച്ചിയുടെ തലമുടിയൊക്കെ ഒന്ന് കഴുകി കൊടുത്താൽ ചെയ്കി കെട്ടിക്കൊടുത്തിട്ടുണ്ടോ? കാലിലെ നഖം വളർന്ന് നിൽക്കുകയാണ്, അതൊരു കത്രിക എടുത്തിട്ട് പതുക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആര് ചെയ്യും? ഈ മനുഷ്യനെ കണ്ടു പഠിക്കണം, ഈ പുറജാതിക്കാരനെ കണ്ടു പഠിക്കണം. എൻ്റെ ഒരു അടുത്ത ബന്ധു ഉണ്ട് നാട്ടിൽ, പറയത്തില്ല ആരാന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കേൾക്കുന്നവരാരെങ്കിലും അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും കേട്ടെങ്കിലോ. എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു, അത് പണക്കാരിയാണ്. ഈ സംഭവം നടക്കുമ്പോൾ 101 പവൻ ആ ആൻറ്റിയുടെ വീട്ടിലിരിപ്പുണ്ട്. ആൻറ്റിയല്ല, അമ്മച്ചി, ഞാൻ അമ്മച്ചി എന്ന് വിളിക്കുന്നത്. ആ അമ്മച്ചിയുടെ വീട്ടിൽ 101 പവൻ അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും ചിരിച്ച സ്വർണം എടുത്ത് കല്ലേ വെച്ച് അരച്ചും വെച്ച് ചേന്തുടി എല്ലാ ദിവസവും നക്കുമായിരുന്നു. കണ്ടാലും അതുപോലെ ഇരിക്കുക. സ്വർണ്ണ അമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വലിയ പണക്കാരി. ഒരു ദിവസം ഈ അമ്മച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി. അവർ പാവപ്പെട്ടവരാ. അവളിരുന്ന് കരയുക, കുഴിച്ചിടാൻ പൈസ ഇല്ല. അന്നത്തെ കാലത്ത് പ്രായമുള്ളവരുടെയൊക്കെ ചോദിച്ചാൽ അറിയാം, ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടണമെങ്കിൽ പള്ളിയിലെ കണക്ക് മുഴുവൻ തീർത്തേ കുഴിച്ചിടത്തുള്ളൂ. പഴയ കണക്കെല്ലാം കൊടുക്കണം. അന്നേരം ഒരു 10-15 രൂപയുടെ കണക്ക് അങ്ങ് പറയും. അന്നത്തെ കാലത്ത് പൈസ ഇല്ലാത്ത കാലം. എനിക്കന്നൊരു 10 പൈസ കാണും, അത്രയും. ഈ അനിയത്തിരുന്ന് കരച്ചില്ല, എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ കുഴിച്ചിടും, പള്ളിക്കാർ കൊടുക്കാനുള്ള പൈസ ഇല്ലല്ലോ. അന്നേരം ഈ അമ്മച്ചി, പണക്കാരിയായ അമ്മച്ചി, നീ പ്രാർത്ഥിരടി, ആരെങ്കിലും സഹായിക്കടി. അവർ കൊടുത്തില്ല. നിങ്ങളോ? ഒരമ്മച്ചിക്ക് സുഖമില്ലെങ്കിൽ തലമുടി കെട്ടി കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരങ്കിളിന് സുഖമില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് അങ്കിളിൻ്റെ തുണിയെടുത്ത് കഴുകി കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും? ഈ മനുഷ്യൻ, ഇയാൾ ആരാന്നറിയാം? ഗവർണറാണ്, ആ രാജ്യത്തിൻ്റെ ഗവർണറാണ്. തൻ്റെ വേലക്കാരനെ പറ്റി ഒരു കരുതലുണ്ടായിരുന്നു. നമുക്കും നമ്മുടെ അയൽക്കാരോട്, അക്രൈസ്തവരെ പറ്റി ഒരു കരുതലുണ്ടാകട്ടെ. ഞാൻ കാശ്മീരിലായിരിക്കുന്ന സമയത്ത് അനുഭവങ്ങളൊന്നും പറയരുതെന്ന് ഞാനും തീരുമാനിച്ച, പക്ഷേ അതാ വരുന്നത്. കാരണം എൻ്റെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം, എങ്കിലും ഇത് അധികം പേർക്കും അറിയാൻ വയ്യാത്തൊരനുഭവമാണ്. ഞാനൊരിക്കൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ഗവൺമെൻറ് ഓഫീസിൻ്റെ വാതിക്കൽ ഞാൻ ട്രാക്റ്റ് കൊടുത്ത് പോകുമ്പോൾ അയാളെ കണ്ടുമുട്ടി. അയാൾ എൻ്റെ വീട്ടിൽ വന്നു. എല്ലാ ദിവസവും വരും സുവിശേഷം കേൾക്കാനായിട്ട്, എല്ലാ ദിവസവും വരും. ബ്രാഹ്മണനാണ്, രത്തൻലാൽ ശർമ്മ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. നല്ലൊരു ജോലിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഓഫീസറൊന്നും അല്ല, പക്ഷേ നല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നല്ല ജോലിയാണ്. എല്ലാ ദിവസവും വരും. ഒരു ദിവസം കണ്ടില്ല, 2-ാമത്തെ ദിവസം കണ്ടില്ല, 3-ാമത്തെ ദിവസം കണ്ടില്ല. 4-ാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ശരീരം പൊള്ളുന്ന പനിയോടുകൂടെ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ശർമാജി ക്യാ ഹോ ഗയാ? ശർമ്മ സഹോദര എന്ത് പറ്റി? പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്. ഞാൻ ശരീരത്തിൽ തൊട്ട് നോക്കിയപ്പോൾ ഉടുപ്പില്ല, ഷർട്ടുമില്ല, ബനിയനും ഇല്ല. ഞാനിങ്ങനെ തൊട്ട് നോക്കിയും ശരീരം പൊള്ളുന്നു. ഞാൻ എളുപ്പം വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ അമൃതാഞ്ജനം ഇരിപ്പുണ്ട്. ഞാൻ എളുപ്പം അമൃതാഞ്ജനം എടുത്തു, കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് വരട്ടി. അദ്ദേഹം ബ്രാഹ്മണൻ, ഞാൻ തോട്ടിയാണ്. എൻ്റെ കാശ്മീരിലെ ക്രിസ്ത്യാനികളെ എല്ലാവരും തോട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. അയാളുടെ നോട്ടത്തിനകത്ത് ഞാൻ തോട്ടിയാണ്. ഞാനയാളുടെ അദ്ദേഹത്തെ കമഴ്ത്തി കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ അവിടെ എല്ലാം ഈ അമൃതാഞ്ജനം പുരട്ടി. എന്നിട്ട് വെള്ളം തിളപ്പിച്ചു, സ്റ്റൗ ചൂടാക്കി. അന്നത്തെ കാലത്ത് പമ്പ് ചെയ്യുന്ന സ്റ്റൗവാണ്. അത് ചൂടാക്കി വെള്ളം പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പാലിരിപ്പുണ്ടായിരുന്നു, എൻ്റെ മോന് വാങ്ങിച്ച പാല്. അധികം പാലില്ല, അത് തിളപ്പിച്ചു. അതിനകത്ത്
ഡേറ്റ്സ്, ഈന്തപ്പഴം, ഒരുമാതിരി ഉണങ്ങിയ ഈന്തപ്പഴം അതിനകത്തിട്ട് തിളപ്പിക്കും. അവിടുത്തെ ഒക്കെ ഞാനത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ പിടിച്ചിരുത്തി ഒരു മഗ്ഗിനകത്തെ പാലും അതും കൊടുത്തു. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ സുഖമായി, മൂന്നാമത്തെ ദിവസം സുഖമായി, നാലാമത്തെ ദിവസമായപ്പോൾ നല്ല സുഖമായി. അദ്ദേഹം എൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ സ്വന്തം പെങ്ങൾ ഇവിടെ ഉണ്ട്, എൻ്റെ പെങ്ങൾ കയറിയില്ല, എന്താ കാര്യം? ഇത് പകരും, മലേറിയയാണ്, പകരും. എൻ്റെ സ്വന്തം പെങ്ങൾ കയറാതിരിക്കുമ്പോൾ ഞങ്ങൾ അധകൃത ജാതി എന്ന് കറിയുന്ന സാറെന്തിനാ വന്നേ? സാറെന്തിനാ എനിക്ക് ആവി പിടിച്ചത്? സാറെന്തിനാ കൊച്ചിന് വെച്ച്? അദ്ദേഹത്തിനറിയാം എൻ്റെ വീട്ടിൽ വരുമാനം എന്ന് തോന്നി, ഞാൻ പുസ്തകം വിൽക്കുന്നതാണ് എൻ്റെ വരുമാനം. സാറെന്തിനാ കൊച്ചിന് വെച്ചിരുന്ന പാലെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് സ്വേര ഇട്ടു, ഈ ഡേറ്റ്സ് ഇട്ടു, ഈന്തപ്പഴം ഇട്ടു, എന്നിട്ട് എനിക്ക് തന്നു എന്തിനുണ്ട്? ഞാൻ അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, എന്നെ സ്നാനപ്പെടുത്താമോ? അദ്ദേഹത്തെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്നാനപ്പെട്ടത്? സുവിശേഷം കേട്ടതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ ഭാവം കണ്ടപ്പോഴാണ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല, കൂടപ്പിറപ്പേ, ഈ മനുഷ്യൻ്റെ ഗുണം, ഈ ക്രിസ്തു വിരോധിയുടെ ഗുണം. ഇയാൾ ക്രിസ്തുക്കളൊക്കെ അടിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ ഇയാൾക്ക് വേദപുസ്തകം അറിയാമായിരുന്നു. യഹൂദ പ്രമാണികളുമായിട്ട് അദ്ദേഹം സംസാരിച്ച് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, അയാൾക്ക് എന്തെങ്കിലും അവർക്ക് യഹൂദന്മാർക്കൊരു പള്ളി പണിയിച്ചു കൊടുത്തായിരുന്നു. ആര്? ക്രിസ്തു വിരോധി പള്ളി പണിയിച്ചു കൊടുത്തിരുന്നു. ഇനി എൻ്റെ ഉപദേശം കേട്ടാട്ടെ. ഒരാൾ പറഞ്ഞ ഒരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഒരു വലിയ ദൈവദാസൻ, ഇംഗ്ലണ്ടിലുള്ള ഒരു വലിയ ദൈവദാസൻ, ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന വലിയൊരു കോൺഫറൻസിനകത്ത് 3000 പാസ്റ്റർമാരോട് സംസാരിക്കുമ്പോൾ അതിനകത്തൊന്ന് ഞാനുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ ഒരു ദൈവദാസൻ നടന്നു പോകാൻ അനുവദിക്കരുത്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 രൂപ കൊടുക്കണം, അദ്ദേഹത്തിന് ഒരു നേരത്തെ ചോറ് കൊടുക്കണം. ഞാൻ നിങ്ങളുടെ പറയുകയാണ്, ദൈവദാസന്മാർക്ക് നന്മ ചെയ്യുന്നത് നിൻ്റെ തലമുറകൾക്ക് നല്ലതാണ്. എൻ്റെ ഭാര്യ 1985 കുവൈറ്റിൽ വന്നിരുന്നു. എൻ്റെ രണ്ടാമത്തെ കുവൈറ്റിലെ സന്ദർശനമാണ്. അന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലില്ലിക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. ലില്ലി പറഞ്ഞു, ഒരു മർത്തോമ കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ലില്ലിയുടെ സാക്ഷ്യമാണ്. പറഞ്ഞു, ഞങ്ങൾ പള്ളിക്കൂടത്തിൽ പോകുന്നത് 4 കിലോമീറ്റർ. ലില്ലി 4 കിലോമീറ്റർ സ്കൂളിൽ പോകുന്നു. 4 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിൽ പോകാൻ. വാളകത്ത് സ്കൂൾ കഴിഞ്ഞ് വെച്ച് ഓടി വരിക 4 മണിക്ക്. എന്തിനാ? വീട്ടിൽ ചെല്ലുമ്പം ചോറ് കിട്ടണോ? ആങ്ങളെയും പെങ്ങളും കൂടെ 2 പേരും കൂടെ ഓടുകയാണ്. ആ ചിന്തിച്ചേട്ടെ, കൊച്ചു ഓടുക. വീട്ടിൽ ചെല്ലുമ്പം ചോറ് തരാം. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും, പൊന്നുമോളെ ചോറില്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. അമ്മച്ചേട്ടാ അവിടെ ഒരു അടുക്കളയുടെ അവിടെ ഒരു ജനലുണ്ട്. ജനലിൽ കൂടെ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് കാണുന്ന അതിൽ കൂടെ ഒരു ഉപദേശി പോകുന്ന. ഉപദേശി ഇങ്ങോട്ട് കയറിയിട്ട് പോകും. അവർ വരുന്നില്ലേലും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് മക്കൾക്ക് വെച്ചിരുന്ന ചോറ് എടുത്തു കൊടുക്കും. ലില്ലി പറഞ്ഞു, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വയറന്മാർ ഉപദേശിമാർ നടക്കുക, ഞങ്ങളുടെ ചോറുമൊക്കെ ഉണ്ടാകാനായിട്ട് ഞങ്ങൾ ഇന്ന് പട്ടിണി, ഇനി വൈകുന്നേരം വല്ലതും കിട്ടത്തുള്ളൂ. ലില്ലി എന്നിട്ട് തുടർന്നു, അന്ന് വയറന്മാർ ഉപദേശിമാർക്ക് എൻ്റെ അമ്മച്ചി ഞങ്ങൾക്ക് വെച്ചിരുന്ന ചോറെടുത്ത് കൊടുത്തത് ഭാഗ്യമായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ വയറിയായിട്ട് ദേശം മുഴുവൻ നടന്ന് കഴിക്കുകയാണ്. ഇന്നും കഴിച്ചിട്ട് അങ്ങോട്ട് കയറി വന്നേ. നിങ്ങളും ഒരു ഉപദേശിക്ക് ചോറ് കൊടുത്താൽ, നിങ്ങളും ഒരു ഉപദേശിക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ, നിങ്ങളും ഒരു ഉപദേശിക്ക് ഒരു ഹാൻഡ് കർച്ചീഫ് കൊടുത്താൽ, നിങ്ങളും ഒരു ഉപദേശിക്ക് 10 രൂപ കൈ കൊടുത്താൽ, നോക്കട്ടെ ഞാൻ എന്തെങ്കിലും കൊടുക്കാനായിട്ട്. പക്ഷേ കാര്യമായിട്ട് തരുക, കളിപ്പിരുന്നല്ല. സ്വർണ്ണ നാണയ എന്നാ പിടിച്ച എന്നാ പക്ഷേ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കൊടുത്തതാ. അത് 1 രൂപ ആയിരിക്കാം, അതിൽ കൂടുതൽ കൊടുക്കാനും എനിക്കറിയാം. ഒരു ഉപദേശം കൂടെ തരട്ടെ. നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. വിചാരിച്ചു, ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 മക്കളുമുണ്ട്. അവർ തീരുമാനിക്കുവാണ്, അപ്പനും അമ്മയും 2 മക്കളും 50 രൂപ മൊത്തം സ്തോത്രാഴ്ച ഇടണമെന്ന്. അതിനുള്ള സൗകര്യമേ ആ വീട്ടിലുള്ളൂ. അപ്പച്ചൻ എന്തോ കൊടുക്കും? ഇളയ കൊച്ചന് 10 രൂപ കൊടുക്കും, മൂത്ത കൊച്ചനും 10 രൂപ കൊടുക്കും, ഭാര്യയുടെ കയ്യിലും 10 രൂപ കൊടുക്കും.
എന്നിട്ട് സ്വന്തം 20 രൂപ ഇടും. തെറ്റ്. എങ്ങനെ വേണം? താൻ 10 രൂപ ഇടണം, ഭാര്യയെ കൊണ്ട് 10 രൂപ ഇടിയിക്കണം, മൂത്തവനെ കൊണ്ട് 10 രൂപ ഇടിയിക്കണം, ഇളയവനെ കൊണ്ട് 20 രൂപ ഇടിയിക്കണം. അവൻ കൊടുത്ത് പഠിക്കട്ടെ, കൊടുത്ത് പഠിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ അസുഖമൊക്കെ മാറാൻ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ച് കയറി വന്നത് പോയതാ. സാരമില്ല, നാളെ വരണം. ഞാൻ ഇങ്ങനെ പറയത്തില്ല. നാളെ മീറ്റിങ്ങില്ലേ, അത് ഫലിതം പറഞ്ഞതാ. കൊടുക്കണം. ലില്ലിയുടെ അമ്മ വഴിയെ പോയ ഉപദേശിമാരെ വിളിച്ച് ചോറ് കൊടുത്തത് കൊണ്ടിന്ന് വൈകുന്നേരം പോയിട്ട് കുമ്പളപ്പോൾ എന്തൊക്കെ കഴിച്ചെന്ന് കണക്കില്ല. അന്ന് കൊടുത്തതാണ് ലില്ലിയുടെ അമ്മ, അന്ന് കൊടുത്തതാണ് എൻ്റെ അമ്മ. ഓർത്തഡോക്സുകാരിയായ എൻ്റെ അമ്മ പെന്തിക്കോസുകാർക്കും മർത്തോമക്കാർക്കും കൊടുത്തതാണ്, ഉപദേശിമാർക്ക് കൊടുത്തതാണ്. അത് നന്നായി, നിങ്ങളും കൊടുക്കണം. ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മലയാളത്തിൽ അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്. മലയാളം പറഞ്ഞുതരാം. സ്ഥിര നിക്ഷേപമാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞാൻ ഇട്ടു, സ്വതകാഴ്ച ഇട്ടു, രാവിലെ ഇട്ടു. ഞാനെന്താ പറഞ്ഞു കേട്ടെന്നറിയാം? ഇതെൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള സ്ഥിര നിക്ഷേപമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥിര നിക്ഷേപമാണ്. എനിക്ക് വേണ്ടി ഇനിയൊന്നും വേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് നിക്ഷേപിക്കണം. ഈ മനുഷ്യനൊരു ക്രിസ്തു വിരോധി, ആ ഭാഷ ഞാൻ ഉപയോഗിക്കട്ടെ, എന്നിട്ടും ദൈവമക്കൾക്ക് വേണ്ടി ഒരു ദൈവാലയം പണിത് കൊടുത്തു. നിങ്ങൾക്കൊരു ദൈവാലയം പണിയാൻ നിവൃത്തിയില്ലായിരിക്കാം. ഒന്നുമല്ലെങ്കിൽ ഒരു കതകെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, ഒരു ചാക്ക് സിമെൻ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, നിങ്ങളെക്കൊണ്ട് കഴിവുപോലെ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ബാല്യക്കാരൻ കഠിന വേദന. ബാല്യക്കാരനെ പറ്റി ചിന്തയുണ്ട്, ബാല്യക്കാരൻ്റെ കഠിന വേദനയെപ്പറ്റി ചിന്തയുണ്ട്. മറ്റുള്ളവരുടെ വേദനയെപ്പറ്റി നമുക്കും ഒരു ചിന്തയുണ്ടാകണം. അവരുടെ മോളെ കെട്ടിച്ചിട്ടില്ലായിരിക്കാം, അവരുടെ മോനെ കോളേജിൽ വിടാൻ നിവൃത്തിയില്ലായിരിക്കാം, അവർക്കൊരു വീട് ഇടിഞ്ഞു വീഴാൻ പോവാതിരിക്കായിരിക്കാം. ഏതെങ്കിലുമൊക്കെ അവരുടെ കഠിന വേദനയെപ്പറ്റി നമുക്കൊരു ചിന്തയുണ്ടാകണം. ഓടി വന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അപേക്ഷിച്ചു പണിയണം, ഞാൻ ബാല്യക്കാരനെ സൗഖ്യമാക്കണം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഹല്ലേലൂയ. എവിടെയാണ്? 8-ാം അധ്യായം. ഞാനും കർത്താവേ നീ എൻ്റെ അല്ല പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ചോദ്യം, ആരുടെ വീട്ടിലാണ്? അവൻ്റെ വീട്ടിലാണോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണോ? ഇദ്ദേഹം ഗവർണറാണ്. അവരുടെ വീട്ടിനകത്ത് തന്നെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയാണോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണോ? എൻ്റെ വിചാരം ചിലപ്പം അസുഖമൊക്കെ കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കയറ്റി കിടത്തി കാണുമെന്നാണ്. കാരണം അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണും. ചിലപ്പോൾ ഒരു വിശറി, അന്ന് ഇന്നത്തെ പോലുള്ള വിശറിയൊന്നും അന്നില്ല, വേറൊരു തരം വിശറി, ചിലപ്പോൾ ആ വിശറിയൊക്കെ ഉണ്ടായിരിക്കാം, അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ ഒരു ഗുണം പറഞ്ഞു കേൾക്കണം. അവനെ വീട്ടിൽ കയറ്റി കിടത്താൻ കൊള്ളാമായിരുന്നു. നിങ്ങൾ അതുപോലത്തെ ഒരു വ്യക്തിയായിത്തരണം. നിങ്ങളെ വേറൊരാളുടെ വീട്ടിൽ കയറ്റി കിടത്താൻ കൊള്ളാമെന്ന് അയാൾക്കറിയാമായിരുന്നു. അവനെ എൻ്റെ വീട്ടിൽ കയറി കിടത്തിയാൽ എനിക്കയാൾ ദോഷം വരുത്തത്തില്ല, എന്നെപ്പറ്റി പോയിട്ട് അപവാദം പറയത്തില്ല. അവനെ വീട്ടിൽ കയറ്റി കിടത്തിയാൽ എൻ്റെ ഭാര്യയ്ക്ക് ദോഷം വരത്തില്ല. ഇംഗ്ലീഷിൽ പറയട്ടെ, ഷി വിൽ നോട്ട് ഹാവ് എ സ്ക്രാച്ച് ഓൺ ഹെർ മൈൻഡ് ഓർ ബോഡി. മലയാളത്തിൽ പറയാൻ എനിക്കല്പം ഭയമുണ്ട്. നിന്നെ വീട്ടിൽ കയറ്റി കിടത്താൻ കൊള്ളാവുന്നവനായിരിക്കണം. അവരുടെ വീട്ടിലെ സാധനങ്ങളൊന്നും മോഷണം പോകത്തില്ല. ഞാൻ ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കുളിക്കണം, പ്രസംഗിക്കുന്നതിന് മുമ്പേ ഒന്ന് കുളിക്കണം. ഞാൻ അവിടുത്തെ ആൻറ്റിയോടൊക്കെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ പോകുന്നത്. ആൻറ്റി അവർ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കുവൈറ്റിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അവരുടെ നാട്ടിൽ. കുവൈറ്റ് മോളി കോഴഞ്ചേരി. ഞാൻ പറഞ്ഞു, ആൻറ്റി സിസ്റ്ററെ എനിക്കൊന്ന് കുളിക്കണമല്ലോ. അയ്യോ, ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് കയറി കുളിച്ചാട്ടെ. അവർക്ക് നേരെ അപ്പുറത്ത് ഇതുപോലൊരു കെട്ടിടത്തിനകത്ത് 2 ഗസ്റ്റ് റൂമും 2-നകത്തും ടോയ്ലറ്റും ഉണ്ട്. അവരുടെ കിടക്കമുറിയിലെ ടോയ്ലറ്റ് കുളിമുറി എനിക്ക് തന്നു. ഞാൻ അല്പം ഭയപ്പെട്ടു. അവരെന്നെ വിശ്വസിച്ചല്ലോ. അങ്ങോട്ട് കയറിപ്പോകുമ്പം അവരുടെ കൈക്ക് കയറി പിടിക്കത്തില്ലെന്ന് അവർ വിശ്വസിച്ചതായിരിക്കാം.
നീ ഏതെങ്കിലും വീട്ടിൽ കയറിപ്പോയാൽ അവിടുത്തെ സ്ത്രീക്ക് ദോഷം വരരുത്, അവിടുത്തെ പുരുഷന് ദോഷം വരരുത്, അവരുടെ മകൾക്ക് ദോഷം വരരുത്, അവരുടെ മകന് ദോഷം വരരുത്. ഞാൻ കുളിച്ചും വെച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം, ഞാൻ മലയാളിയാണ്, മലയാളിക്ക് എണ്ണ ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇച്ചിരി എണ്ണ വേണമായിരുന്നല്ലോ. ഞാൻ പോകുമ്പോൾ എല്ലാം കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും എൻ്റെ നേച്ചർ അങ്ങനെ, എൻ്റെ നേച്ചർ, എൻ്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷേ അന്ന് ഞാൻ വേറൊരിടത്ത് പെട്ടിയൊക്കെ വെച്ച് വന്നതുകൊണ്ട് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇച്ചിരി എണ്ണ വേണമായിരുന്നു. അവർ പറഞ്ഞു, ഇതെൻ്റെ ഡ്രസ്സിങ് ടേബിളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുങ്ങുന്ന വലിയ പണക്കാരാണ് കേട്ടോ. ഒരുങ്ങുന്ന മേശയാണ്. അവിടെ എന്തോ വേണേലും എടുത്തോ, പൗഡറോ പെർഫ്യൂമോ എന്തെങ്കിലും എടുത്താട്ടെ. ഞാൻ അങ്ങോട്ട്, സത്യം പറയാണ്, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു കൂന സ്വർണ്ണം ഇരിപ്പുണ്ട് അവിടെ. അവർ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മോതിരം, വള, മാല. നിങ്ങളൊക്കെ ആഭരണം വിടുന്നവരാണോ? ആഭരണം വിടരുത് കേട്ടോ, സ്വർണ്ണാഭരണം വിടരുത്. മുഴുവൻ ഊരി എനിക്ക് തരണം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആദ്യം പറഞ്ഞപ്പോൾ ചിലർക്ക് സന്തോഷം തോന്നി, ചിലർക്ക് സങ്കടം തോന്നി. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ഇതെല്ലാം വെച്ചിരിക്കുക. ഞാനങ്ങ് പേടിച്ചു. വേറെ ആരെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് പോയാലും എൻ്റെ പേരിൽ വരത്തുള്ളൂ. ആ ഉപദേശിക്ക് ഞാൻ എണ്ണ എടുക്കാൻ പറഞ്ഞതാ. ഇപ്പോൾ കാണാൻ ഒരു വള കാണുന്നില്ല. നീ കയറി ചെല്ലുന്ന വീട്ടിലെ ഒരു സാധനവും കുറഞ്ഞു പോകരുത്. അവരുടെ പേഴ്സ് അവിടെ ഇട്ടിരിക്കുകയായിരിക്കാം, എണ്ണാത്ത രൂപ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതായിരിക്കാം. ദോഷം വരരുത്, അവരുടെ സ്ത്രീക്ക് ദോഷം വരരുത്, അവരുടെ പുരുഷന് ദോഷം വരരുത്, അവരുടെ മക്കൾക്ക് ദോഷം വരരുത് കേട്ടോ. അവനെ വീട്ടിൽ കയറ്റി കിടത്താൻ കൊള്ളാമായിരുന്നു. പറഞ്ഞ് എൻ്റെ വീട്ടിൽ കിടക്കുന്നു, അവന് വന്നൊന്ന് സുഖമാക്കാമോ, ഒന്ന് സുഖമാക്കുമോ എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അപേക്ഷിക്കണം. യേശുവിൻ്റെ അടുക്കൽ അപേക്ഷിച്ചാൽ അവൻ മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് ഒത്തിരി പേർക്ക് ഒരു തകരാറുണ്ട്. അപേക്ഷിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് പ്രാർത്ഥന അങ്ങ് നിർത്തും. കിട്ടിയാലും ഒക്കെ കിട്ടിയില്ലേലും ഒക്കെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയല്ല. നിനക്ക് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നാലും, മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നാലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അബ്രഹാമിൻ്റെ ദൈവം ഒരു ദിവസം പറഞ്ഞു, നിനക്ക് മക്കളെ തരും. എത്ര വർഷം കാത്തിരുന്നെന്ന് ആരെങ്കിലും പറയാമെങ്കിൽ എൻ്റെ അടുത്ത പേന തരാം. എത്ര വർഷം കാത്തിരുന്നു അറിയാമോ? ഇവിടെ മുമ്പിൽ കണ്ണാടി വെച്ച സുന്ദരനായ സഹോദരൻ ബ്രദർ 25. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ കർത്താവ്. ബൈബിൾ താഴെ പോയി. ബൈബിൾ താഴെ വെച്ചാൽ പിടിക്കാനൊക്കെ തൊള്ളു. പിടിക്കുക, നോക്കാം. തെന്തുൽക്കർ ആരാ, ബ്രദറാണോ ഞാനാണോ? പിടിച്ചോണം. എൻ്റെ ഭാര്യയുടെ തലയിൽ തൊടരുത്. അയ്യോ, ഭാര്യയുടെ തലയിൽ തൊടുന്നത് കൊണ്ടല്ല, കൈമുട്ടരുത് വിചാരിച്ചാൽ. ഞാൻ ദുരർത്ഥത്തിലൊന്നും പറയത്തില്ല കേട്ടോ. ഉപദേശിക്കും, അത് വേറൊരു കാര്യം. ദുരർത്ഥത്തിൽ പറയത്തില്ല. കുറഞ്ഞത് 25 വർഷം, കുറച്ചുകൂടെ കാര്യമായി പഠിച്ചാൽ 35 വർഷം. അബ്രഹാമിന് ഏകദേശം 65-നും 70 വയസ്സിന് ഇടയ്ക്കാണ് ദൈവം പറഞ്ഞത്, നിന്നെ ഞാൻ വലുതാക്കും. സംഭവിച്ചത് 99-ാമത്തെ വയസ്സിലാണ്. ഇടയ്ക്ക് അവന് വിഷമമൊക്കെ വന്നു. ഒരു ദിവസം ചോദിച്ചു, എൻ്റെ ബാല്യക്കാരനാണല്ലോ, എൻ്റെ സ്വത്തെല്ലാം ഉണ്ടാവുന്ന കൊച്ചിനെ കിട്ടിയില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്തോന്നറിയാം? ദൈവത്തെ വല്ലപ്പോഴും ഒക്കെ അവൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം ഓർപ്പിക്കാം. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വേദപുസ്തകത്തിനകത്ത് അവസാനമൊക്കെ കുറച്ച് പേജൊക്കെ ഒന്നുമില്ലാതെ വെറുതെ കിടപ്പുണ്ട്. എന്തിനാ അത് ഇട്ടിരിക്കുന്നറിയാം? ദൈവം നിങ്ങളോട് പറയുന്നത് എഴുതി വെക്കാൻ. ദൈവം പറഞ്ഞത് കേട്ടിട്ട് വേണ്ടായോ? ദൈവം പറഞ്ഞത് കേൾക്കാൻ കാത്തിരുന്നിട്ടുണ്ടോ? ചിലരെൻ്റെയൊക്കെ പറയുന്ന ബ്രദറിൻ്റെയൊക്കെ ദൈവം സംസാരിക്കുമെന്ന് പറയുന്ന ദൈവം എൻ്റെ അടുക്ക ഒന്നും സംസാരിക്കുന്നില്ല. എന്താ കാര്യം? അല്ല, അവൻ സംസാരിക്കുന്നത് കേൾക്കാൻ നീ എന്നാ കാത്തിരുന്നത്? ഓടി നടക്കുക, എൻ്റെ കർത്താവേ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമേ, എൻ്റെ കർത്താവേ ഞാൻ ഓഫീസിൽ പോകാന്നേ എളുപ്പം. കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർക്ക് ശബ്ദം കേൾക്കുന്നു. ഒരു ഞാനുണ്ടാക്കിയ ഒരു കഥ പറയട്ടെ. ഇവിടുത്തേതാക്കി പറയണമല്ലോ. ഒരു ചെറുപ്പക്കാരൻ, ഇവിടുന്ന് ഒക്കുന്നില്ല, ബോംബെ ജോലി ചെയ്യാണ്. ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുക്കാൻ. ഒക്കുന്നില്ല. ബോംബെയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ബോംബെയിലുള്ള ചെറുപ്പക്കാരന് അവിടെ അമ്മയുണ്ട്. അമ്മ എപ്പോഴും
അമ്മ ഫോൺ വന്നാൽ എടുത്തു അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് ലാൻഡ് ഫോണാണ്. ലാൻഡ് ഫോണിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഫോൺ കോൾ വന്നു, എളുപ്പം അങ്ങ് നിർത്തി. അവൻ ചോദിച്ചു, മമ്മി എന്താ ഫോൺ കോൾ എളുപ്പം അങ്ങ് നിർത്തിയ? 13 മിനിറ്റേ സംസാരിച്ചുള്ളല്ലോ, സാധാരണ 25-30 മിനിറ്റ് സംസാരിക്കുക. മോനെ അതൊരു റോങ് കാളായിരുന്നു, അതുകൊണ്ടാണ് മിസ് കാൾ വരുന്നത്, അതുകൊണ്ടാണ് 13 മിനിറ്റ് സംസാരിച്ചത്. ഇവിടുത്തെ കാര്യമല്ല, ബോംബെയിലെ കാര്യം. എനിക്കിവിടുന്ന് ജീവനോടങ്ങ് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് ബോംബെയിലാക്കിയതാണ്. ഒരു ദിവസം അവൻ പള്ളിക്കൂടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മച്ചി കേട്ടോ, ഞാൻ ഇന്ന് രാവിലെ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ അപ്പച്ചനോടെ നിൽക്കുമായിരുന്നു. അന്നേരം ആ ഫോൺ അടിച്ച് അമ്മ പറഞ്ഞു, മോനെ ഞാനിപ്പോൾ സംസാരിക്കാം. അമ്മ ഫോൺ എടുത്ത്, ആഹാ അന്നാമ്മയാന്നോ, നീ എന്തോ കൊണ്ടടി വിശേഷം? ഇടീ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നീ അവിടെ നാട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നടി? നല്ല നാട്ടിലെ തേൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇടീ ഇടിച്ച ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടേക്ക് വർത്താനം പറഞ്ഞ് അതൊരു 30 മിനിറ്റ് കൊച്ചം വർത്താനം പറയാൻ, ബാക്കി പറയാൻ നിൽക്കുക. അത് കഴിഞ്ഞ് വെച്ച് ഫോണ്, മോനെ എന്തോ പറഞ്ഞു? മമ്മിക്കറിയാമോ, ഞാനിന്ന് ചർച്ചയ്ക്കോട്ട് പോയിരുന്നു, അപ്പോൾ ഞാൻ കാറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. എൻ്റെയൊക്കെ പറഞ്ഞിടാ കാറിനകത്തോട്ട് ഞാൻ അന്നേരം അപ്പുറത്തെ ഫോൺ അടിച്ചു. ആരാ? ജോർജ് കുട്ടിയാണോ? എടാ ജോർജ് കുട്ടി എന്തോ ഉണ്ടോ വിശേഷം? നിൻ്റെ കല്യാണമൊക്കെ നടന്നെന്ന് അറിഞ്ഞു, നേരാണോടാ? എടാ സ്ത്രീധനം എത്ര രൂപ കിട്ടി? അല്ല നിങ്ങളെന്തിനാ അറിയുന്നേ അവർക്ക് എത്ര രൂപ സ്ത്രീധനം കിട്ടിയെന്ന് അറിയാൻ ചോദിക്കുക. ഞാൻ ഇവിടുത്തെ ചില സ്ത്രീകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ചോദിച്ചു, സ്ത്രീധനം കിട്ടിയോ? എത്ര രൂപ കിട്ടി? കാശായിട്ടാണോ കിട്ടിയേ? അതോ കടം പറഞ്ഞതാണോ? ഇനിയും വേറെ വല്ലതും തരുമോ? പ്രസവത്തിന് വല്ലതും തരുമോ? അല്ല ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് എന്തോ വേണം? എൻ്റെ ഒരു പുസ്തകമുണ്ട്, വിവാഹ ജീവിതം, കേൾക്കണം. അമ്മായിമ്മ വായിക്കണം, അമ്മായിപ്പൻ വായിക്കണം, സ്വന്തം അമ്മ വായിക്കണം, അപ്പായിമ്മ എല്ലാവരും വായിക്കണം. അപ്പോൾ ചോദിച്ചു, ആ കല്യാണം അവിടെ എങ്ങനെ ഉണ്ടോ? സൗന്ദര്യം, തലമുടിയൊക്കെ ഉണ്ടോടാ? എല്ലാം കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഫോൺ വെച്ചു. മോനെ എന്തോ ഉണ്ട്? മമ്മി ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് പപ്പ അവിടെ ഇരിക്കുമായിരുന്നു. പപ്പ എൻ്റെ പറഞ്ഞു, ഇങ്ങോട്ടോടാ, കാരണത്ത് കയറടാ, അങ്ങോട്ട് കയറി. അപ്പോഴത്തേക്ക് പിന്നെയും ഫോൺ അടിച്ചു. മോനെ ഇപ്പോൾ സംസാരിക്കാൻ കേട്ടോ. എടുത്തു. അത് ആരായി? അയ്യോ മോഹനാന്നോ? എൻ്റെ മോഹനൻ ചേട്ടോ, എന്തോ പറയാനാ ഈ വീട്ടിലെ കാര്യമൊക്കെ. അത് പിന്നെ നെല്ലിക്ക ചാക്ക് അഴിച്ചിട്ടതുപോലെ അങ്ങ് തുടങ്ങി. ഇച്ചിരി കഴിയുമ്പോൾ നിർത്തി. 42 മിനിറ്റ് കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ മോനെ കാണുന്നില്ല. ജോമോൻ കാണുന്നില്ല. അന്നേരം ഫോൺ അടിച്ചു. അവർ ഫോൺ എടുത്തു. അപ്പുറത്തൊന്നൊരു ശബ്ദം, മമ്മി ഇത് ജോമോനാ, ഞാൻ അടുത്ത വീട്ടിൽ വന്ന് ഫോൺ ചെയ്യുക, നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങളുടെ മകൻ്റെ അടുക്കൽ സംസാരിക്കാൻ സമയമുണ്ടോ? നിങ്ങളുടെ മകളുടെ അടുക്കൽ സംസാരിക്കാൻ സമയമുണ്ടോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുക്കൽ സംസാരിക്കാൻ സമയമുണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ സംസാരിക്കാൻ സമയമുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ ഗൗരവമായിട്ടിരിക്കാതെ സ്വോത്രാഴ്ച എടുത്തു കഴിഞ്ഞില്ലയോ ചിരിച്ചുകൊണ്ടിരുന്നാട്ട്? കാര്യമായിട്ട് പറയുകയാണ്. യേശുവിൻ്റെ അപേക്ഷിച്ചു. അവൻ്റെ അപേക്ഷിക്കണമെങ്കിൽ ഒരു ബന്ധം വേണം അവനുമായിട്ട്. അകന്ന ബന്ധമല്ല, അടുത്ത ബന്ധം. എങ്ങനെയാണ് ബന്ധം ഉണ്ടാക്കുന്നത്? മാനസാന്തരപ്പെട്ടിട്ട്. മാനസാന്തരമൊക്കെ 2 ദിവസം പ്രസംഗിച്ചാണ്. ഞാൻ ഇന്നത് പ്രസംഗിക്കുന്നില്ല. അത് തൊടും, ഞാൻ ഒന്ന് തൊട്ട് പോകത്തേ ഉള്ളൂ. യേശുവുമായിട്ടൊരു ബന്ധം. വാസ്തവത്തിൽ ഞാൻ എൻ്റെ ആവശ്യമൊന്നും പറയാറില്ല കർത്താവ്. ചിലപ്പോഴൊക്കെ പറയും കേട്ടോ, കർത്താവേ ഒരു വണ്ടി വേണം, വണ്ടി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വലിയ പ്രയാസമാണ് കർത്താവേ എൻ്റെ കുഞ്ഞിന് പ്രായമായി കഴിഞ്ഞു, വിവാഹം. ചിലപ്പോൾ പക്ഷേ അധിക കാര്യത്തിന് എനിക്ക് പറയേണ്ടി വരത്തില്ല. ഞാൻ അവൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് അവൻ എൻ്റെ വേദന അറിയാം, എൻ്റെ ഹൃദയത്തുടിപ്പ് അറിയാം, എൻ്റെ കഷ്ടത അറിയാം, എൻ്റെ കണ്ണുനീരറിയാം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കുന്നവനായ കർത്താവ് അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്യാമെന്നല്ല, ഞാൻ ശ്രമിച്ചു നോക്കാമെന്നല്ല, ഞാൻ സൗഖ്യമാക്കും. എൻ്റെ ഇനിയും പറയുന്ന 2-3 ഉദ്ധരണികൾ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. യേശുക്രിസ്തുവിന് ശാന്തമാക്കാൻ കഴിയാത്ത ഒരു കൊടുങ്കാറ്റുമില്ല. യേശുക്രിസ്തുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. അവൻ സകലത്തിനും പ്രശ്ന പരിഹാരിയാണ്. പറഞ്ഞു, ഞാൻ അവൻ സൗഖ്യമാക്കും. അതിന് ശതാധിപൻ, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ പറഞ്ഞു, കർത്താവേ എൻ്റെ വീട്ടിലോട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നാൽ മതി, ഒരു വാക്ക്. അയാളുടെ വീട് ചെറുതായിട്ടാണോ? അല്ല, അതുകൊണ്ടുമല്ല.
അയ്യോ വീട്ടിലോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. ഇനി പറഞ്ഞോട്ടെ, ദൈവത്തിലുള്ളൊരു അമിത വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, എൻ്റെ മുഖത്തോട്ട് നോക്കിയാട്ടെ, നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇത്രയും ആക്കാം. ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇത്രയും ആക്കാം. ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇത്രയും ആക്കാം. എങ്ങനെ? വചനം കേട്ട് കേട്ട് കേട്ട്. ഇന്ന് വചനം വല്ലതും കേട്ടോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ കേട്ട് കാണും. പള്ളിയിൽ പോകാത്തവരിവിടെ കാണും. ആരാണ്ട് വിചാരിക്കുക അതവൾ വിളിച്ച് അയാളുടെയൊക്കെ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ ഇന്ന് പള്ളിയിൽ പോയില്ലെന്ന്. അതുകൊണ്ടല്ല, ചുമ്മാതൊരു തൊപ്പി ഉണ്ടാക്കി എറിഞ്ഞതാണ്. തലയ്ക്ക് ഫിറ്റായെങ്കിൽ അവിടെ ഇരിക്കട്ടെ. പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം, ദൈവമായിട്ടൊരു വചനം വേണം. ഞാൻ ഇന്ന് എത്ര സന്ദേശം കേട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സന്ദേശം കേട്ടു ഞാൻ. ഇവിടുന്ന് പോയതിന് ശേഷം, രാവിലെ ഇവിടെ പ്രസംഗിച്ചിട്ട് പോയതിന് ശേഷം 3 സന്ദേശം കേട്ടു. നിങ്ങളും സന്ദേശം കേൾക്കണം. അവന് കർത്താവ് പറഞ്ഞു ഞാൻ സൗഖ്യം. പറഞ്ഞു വരണ്ട, വീട്ടിൽ വരെ വരണ്ട. അയ്യോ ഒത്തിരി ദൂരം കൊണ്ട് നടക്കാൻ. അങ്ങ് നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എങ്ങനെയാ അവന് മനസ്സിലായത്? യേശു ഒരു വാക്ക് പറഞ്ഞാൽ 2 കാര്യം കൊണ്ട്. ആരെങ്കിലുമൊക്കെ അവൻ്റെയൊക്കെ പറഞ്ഞു കാണും, യേശു അവിടെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ സംഭവിച്ചു. ഒരു കുഷ്ഠരോഗി സൗഖ്യമായി, വേറൊരു മുടന്തൻ നടന്നു. ആരാണ്ടൊക്കെ യേശുവിനെ പറ്റി പറഞ്ഞതാണ്. നിങ്ങളും ആരോടെങ്കിലും യേശുവിനെ പറ്റി പറയണം. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഡോക്ടറുടെയൊക്കെ പറയണം. നിങ്ങൾ ജോലിക്ക് പോകുന്ന ഓഫീസുള്ളവരുടെയൊക്കെ പറയണം. നിങ്ങൾ കടയിൽ പോകുമ്പോൾ ആ കടയിലുള്ളവരുടെയൊക്കെ പറയണം. നിങ്ങൾ ആരെയൊക്കെ കാണുന്നുണ്ടോ ഒക്കുമ്പോഴൊക്കെ യേശുവിനെ പറ്റി പറയണം. അവസരം ഉണ്ടാക്കി പറയണം. ഇന്ത്യയിൽ 2 മെഡിക്കൽ കോളേജുകളാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതലുണ്ട്. പണ്ട് 2 ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വെല്ലൂരിൽ, രണ്ടാമത്തേത് ലുധിയാനയിൽ. ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ നമ്പൂതിരിപ്പാടായിരുന്നു. നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞാൽ അറിയാം, ബ്രാഹ്മണൻ, ശർമ്മ, വർമ്മ ഒക്കെ. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയർന്നത് നമ്പൂതിരി. അതിനേക്കാൾ ഉയർന്നതാണ് നമ്പൂതിരിപ്പാട്. ബ്രാഹ്മണരിൽ അഗ്രഗണ്യൻ. അദ്ദേഹം ക്രിസ്ത്യാനിയായി, സ്നാനപ്പെട്ടു. ആരാ സുവിശേഷം പറഞ്ഞെന്നറിയാം? അവരുടെ ഒരു നേഴ്സ്, ഒരു തിരുവിതാംകൂറുകാരി, ഒരു ക്രിസ്ത്യാനി പെണ്ണ്. അയാൾ പറഞ്ഞു, ഞാൻ ആരാന്നറിയാം? നമ്പൂതിരിപ്പാടാണ്. അവൾക്കറിയാം അവളെ എടുത്ത് ദൂരെ എറിയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഡിസ്മിസ് ചെയ്യാനൊക്കത്തില്ല, എങ്കിലും റോങ് റിപ്പോർട്ട് എഴുതിയിടാം. അവർ മടുത്തില്ല. അവർ വീണ്ടും പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം സ്നാനപ്പെട്ടു. നിങ്ങളും യേശുവിനെ പറ്റി പറയണം. ആരോടെങ്കിലും ഒക്കെ പറയണം. ഞാൻ വേഗത്തിൽ നിർത്താം, 10 മിനിറ്റ് ഇല്ല, അതിന് മുമ്പേ ഞാൻ നിർത്താൻ ശ്രമിക്കാം. നിങ്ങളും യേശുവിനെ പറ്റി പറയണം, ആരോടെങ്കിലും ഒക്കെ പറയണം. ഒരു വാക്ക് പിന്നെ എങ്ങനെ കിട്ടി? ആരാണ്ടൊക്കെ സാക്ഷ്യം പറഞ്ഞു. 2, ഈ യഹൂദ പ്രമാണികൾ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, യവനാണ് സകലതും സൃഷ്ടിച്ചത്, ഈ യേശുവാണ് സകലതും സൃഷ്ടിച്ചത്. അവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഒരു വാക്ക് പറഞ്ഞ് ഉണ്ടാകട്ടെ. അവൻ വേദപുസ്തകം വായിച്ച്, വേദപുസ്തകം അറിയാവുന്നവരിൽ നിന്ന് കേട്ട് പഠിച്ചു. അവൻ പറഞ്ഞു ഞാൻ വരാം. പറഞ്ഞു വേണ്ട, ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ പറഞ്ഞു ഒരു കാര്യം, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ഒരു ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരമുള്ള മനുഷ്യനാണെന്നല്ല പറഞ്ഞ്, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഒരു ആത്മീക സത്യം ഞാൻ പഠിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനായിരിക്കണം. നിങ്ങൾക്കൊരു സെൻട്രൽ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ സെൻട്രൽ പാസ്റ്ററിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് വേണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെന്നിട്ട് പറയാം, പാസ്റ്ററെ ഇത് ശരിയല്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ അധികാരികളുടെ അധികാരത്തെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. ഇന്ന് വരെ ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. 2004 ഞാൻ ചുമതല വിട്ടുകൊടുത്തു. വേറൊരാളെ പ്രസിഡൻ്റ്. ഇന്ന് വരെ ഒരിക്കൽ മാത്രം ഞാൻ ധിക്കരിച്ചു. എന്താ കാര്യം? ഞാൻ മദ്രാസിലായിരുന്നു. എൻ്റെ പറഞ്ഞ് ബാംഗ്ലൂരിൽ പോയി പ്രസംഗിക്കണം. എനിക്ക് പോകാനൊത്തില്ല, എനിക്ക് പനിയായിരുന്നു, നല്ല ടെമ്പറേച്ചറായിരുന്നു, നല്ല പനിയായിരുന്നു. അതുകൊണ്ട് പോയില്ല. ബാക്കിയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ചാണ് ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, മേളിൽ അധികാരി ഇല്ലാത്തവൻ വാസ്തവത്തിൽ അധികാരിയല്ല. അതുകൊണ്ട് നിങ്ങൾ അധികാരത്തിന്, മക്കളെ
നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. സഭാ വിശ്വാസികളെ അഭിപ്രായ വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെന്ന് പറയാം. ഒന്നുമല്ല, ഞാൻ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, ഒന്നുമല്ലെങ്കിൽ നിങ്ങളൊരു എഴുത്തെഴുതിയാട്ടെ, എനിക്ക് പേര് വെക്കാതെ ഒരു എഴുത്തെഴുതിയാട്ടെ, ഇടത്ത് കൈ കൊണ്ട് എഴുതിയിട്ടാട്ടെ, പക്ഷേ ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം, വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ത് പറഞ്ഞു? ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടില്ല. ഏത്? അധികാരത്തിലിരിക്കുന്നവൻ്റെ അനുസരണം. ഇതുവരെ യേശുക്രിസ്തു 3 പ്രാവശ്യമാണ് പറഞ്ഞത് വലിയ വിശ്വാസമെന്ന്. ആ 3 പ്രാവശ്യവും പറഞ്ഞത് അവിശ്വാസികളുടെ വിശ്വാസത്തെ പറ്റിയാണ്. യഹൂദന്മാരുടെ അല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അല്ല, അവിശ്വാസികളുടെ. ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, ഇന്നും ഏറ്റവും വലിയ വിശ്വാസം മറ്റു മതങ്ങളിൽ നിന്നും വന്നു കയറുന്നവർക്കാണ്. നിങ്ങളൊരു വലിയ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി മുമ്പോട്ട് പോട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ശതാധിപൻ്റെ പോകാം, നീ വിശ്വസിച്ചോളൂ, നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അവൻ്റെയൊക്കെ പറഞ്ഞു, നീ പോകാം, നിൻ്റെ ബാല്യക്കാരന് സൗഖ്യമായി, വീട്ടിൽ പോകാൻ. അവൻ വീട്ടിലേക്ക് പോയി. ആ ബാല്യക്കാരൻ സൗഖ്യമായി. എപ്പോൾ? യേശു പറഞ്ഞ സമയത്ത്. റേമ പറഞ്ഞ സമയത്ത്. റേമ 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 ലോകോസല്ല, റേമ വിശദീകരിക്കുന്നില്ല. അവസാനം ഇങ്ങനെ പറയട്ടെ, എങ്ങനെയാണ് അവന് ബാല്യക്കാരന് സൗഖ്യം വന്നത്? ഈ മനുഷ്യൻ്റെ വിശ്വാസം കാരണം. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വിശ്വാസം? ഒരു ഗ്രാമത്തിൽ മഴയില്ല, യഥാർത്ഥ സംഭവം നടന്നതാണ്. ഒരു ഗ്രാമത്തിൽ മഴ ഇല്ല. അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, സഭയായിട്ട് തീരുമാനിച്ചു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. മഴയില്ല. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് എല്ലാവരും, നാട്ടുകാരെല്ലാവരും വരണം. അന്ന് ഒരു സഭയുള്ളൂ ആ ഗ്രാമത്തിൽ. ആ സഭയിലുള്ളവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഒരു കൊച്ചൻ മാത്രം കൊടയും കൊണ്ടുവന്നു. എന്താ കാര്യം? അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാൻ വന്നു, ഒരു കൊച്ചൻ വിശ്വസിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ബാങ്കിൽ കിടക്കുന്ന 1 കോടി രൂപയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം വലിയൊരു ഉദ്യോഗമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം വലിയൊരു വീടും കാറുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ദൈവത്തിലുള്ള അമിത വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് സ്വത്തില്ലാത്ത മനുഷ്യനാണ്, എനിക്ക് വീടില്ല, ഭൂമിയില്ല, കാറില്ല, മോട്ടോർ സൈക്കിളില്ല, ഒരു സൈക്കിൾ പോലും ഇല്ല. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന കുറച്ച് രൂപ കിട്ടുന്നതല്ലാതെ എൻ്റെ മക്കൾക്കൊന്നും കിട്ടത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വലിയൊരു സമ്പാദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ 2 പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് കാര്യം സാധിച്ചു തരട്ടെ. ഞാൻ വിശ്വാസം പഠിപ്പിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുവേലക്കാർക്ക് ഞാൻ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരും വിശ്വാസത്തോടെ സുവിശേഷ വേലയ്ക്ക് പോകുന്നു, അവരും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂട്ടുവേലക്കാരുടെ അവർ പ്രാപിച്ചിട്ടുള്ള വിശ്വാസത്താൽ പ്രാപിച്ചിട്ടുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുത്തില്ല. അതുപോലെ അവിശ്വസനീയമായ അത്ഭുതം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു വിടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്കും ഒരത്ഭുതം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസം പോലെ. എൻ്റെ വിശ്വാസമല്ല, യേശുവിന് വിശ്വാസമുണ്ട്. ആ ശതാധിപൻ്റെ വിശ്വാസം കാരണം, വിശ്വാസം പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? എന്താണ് നിങ്ങളുടെ ആവശ്യം? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. 2-3 പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആരാണ് രോഗികളായിട്ടുള്ളവർ? വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, എൻ്റെ സമയം തീരുകയാണ്. വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. രോഗികളായിട്ടുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആദ്യത്തെ 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 1, 2, 3 മതി, ഇനി എഴുന്നേക്കണ്ട, 5 കഴിഞ്ഞു. നാളെ വന്ന് പ്രാർത്ഥിക്കാൻ നിന്നാൽ മതി. പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗം? ആ ഭാഗത്ത് കൈവച്ചാട്ട്, ഒക്കുമെങ്കിൽ കൈവച്ചാട്ട്, നെഞ്ചത്ത്, വയറ്റത്ത്, തോളൽ. ഇനി ആരെങ്കിലും ഉണ്ടോ രോഗികൾ? വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇനിയും ആരെങ്കിലും രോഗികൾ? മക്കളില്ലാത്തവർ, നടുവേദന, കാലിൻ്റെ വേദന, കഴുത്തിന് വേദന, കണ്ണിന് വേദന, ചെവി വേദന, ആർത്തറിറ്റീസ്, ഡയബറ്റീസ്, ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മക്കളില്ല, എഴുന്നേറ്റ് നിൽക്കാം. വിവാഹം നടന്നിട്ടില്ല, എഴുന്നേറ്റ് നിൽക്കാം. രോഗമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ആ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗം അവരെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
അവരുടെ ഈ വേദന അവരെ വിട്ട് മാറിപ്പോകട്ടെ. നടുവേദന മാറട്ടെ, മുട്ടിൻ്റെ വേദന മാറട്ടെ, കാലിൻ്റെ വേദന മാറട്ടെ, കണ്ണിൻ്റെ വേദന മാറട്ടെ, ചെവിയുടെ വേദന മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം അവരെ വിട്ട് മാറിപ്പോകുക, അവരെ വിട്ട് മാറിപ്പോകുക, ഈ രോഗം അവരെ വിട്ട് മാറിപ്പോകുക. സൗഖ്യമായി തരിക യേശുവിൻ്റെ നാമത്തിൽ, സൗഖ്യമായി തരിക യേശുവിൻ്റെ നാമത്തിൽ, സൗഖ്യമായി തരിക യേശുവിൻ്റെ നാമത്തിൽ, സൗഖ്യമായി തരിക. കഴുത്തിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറുക, യേശുവിൻ്റെ നാമത്തിൽ മാറുക. പല്ല് മോണ പഴുത്തിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ്റെ നാമത്തിൽ. കാലിൻ്റെ തുടയിലുള്ള പരു സൗഖ്യമാകട്ടെ. ഒരാളുണ്ട് കാലിൻ്റെ തുടയിൽ പരു, കർത്താവായ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇരിക്കാം. അടുത്ത പ്രാർത്ഥനാ വിഷയം. ആർക്കാണ് നിങ്ങളുടെ ഭൂമി കുറവാണ്, കുറച്ചുകൂടെ ഭൂമി വലുതായാൽ കൊള്ളാം. 1 സെൻറ്റ് ഭൂമിയുടെ, 2 സെൻറ്റ് ഭൂമിയുടെ, 5 സെൻറ്റ് ഭൂമിയുടെ, കാറിന് കയറിപ്പോകാൻ വഴിയില്ല. ആർക്കാണ് ഭൂമിക്ക് കുറച്ചുകൂടെ വലിപ്പം വേണം? എഴുന്നേറ്റ് നിൽക്കാം. ആദ്യത്തെ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരുമില്ല. സ്തോത്രം. ആരെങ്കിലും? ആരുമില്ല. വീടിന് വലിപ്പം വേണം. ആരെങ്കിലും? വിശ്വാസത്തിൽ കയറി പിടിക്കാനും പഠിക്കണം. ആരുമില്ല. പിന്നെ ഞാൻ നിർത്തട്ടെ, വീട്ടിൽ പോട്ടെ. ആർക്കാണ് സാമ്പത്തികമായ പരാധീനത, കടഭാരം? 1 രൂപയുടെ കടം, 1000 രൂപ കടം, 1 ലക്ഷം രൂപ കടം, 10 ലക്ഷം രൂപ കടം, അതിൽ കൂടുതൽ കടം. എഴുന്നേറ്റ് നിൽക്കാം. പേഴ്സ് എടുത്ത് കയ്യിൽ പിടിക്കാം. പേഴ്സ് കയ്യിലുണ്ടെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബാഗ് എടുത്ത് കയ്യിൽ വെക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ കയ്യിൽ സ്വർഗസ്ഥനായ ദൈവം പണം തരട്ടെ. നിങ്ങൾ അധ്വാനിക്കണം. വെറുതെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, കഠിനാധ്വാനം ചെയ്യണം. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ കടഭാരം മാറ്റിത്തരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരുടെ കടഭാരം മാറട്ടെ, സൗഖ്യമായി തീരുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കടഭാരം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കടഭാരം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. വിവാഹം നടക്കാത്തവരും മക്കളില്ലാത്തവരും എഴുന്നേറ്റ് നിൽക്കണ്ട. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. വിവാഹം നടക്കാത്തവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ മണവാട്ടിയായിട്ട് ഈ വർഷം നിൽക്കുവാൻ ഇടയായി തീരട്ടെ. നീ മണവാളനായിട്ട് നിൽക്കുവാൻ ഈ വർഷത്തിൽ ഇടയായി തീരട്ടെ. മക്കളില്ലാത്തവരെ നീ അമ്മയായി തീരട്ടെ, നീ അപ്പനായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു മഹാത്ഭുതം നടക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു മഹാത്ഭുതം നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. നിങ്ങളൊരു ഉപകാരം കൂടെ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ബൈബിളിനകത്തോ ഡയറിയിലോ എഴുതി വെക്കണം. കർത്താവിൻ്റെ ദാസൻ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചു, എൻ്റെ വിവാഹത്തിന്, എൻ്റെ അല്ല നിങ്ങളുടെ. എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ എഴുതി വെക്കണം. ഇന്നത്തെ തീയതി ഇടണം. റിപ്പബ്ലിക് ഡേ. നിങ്ങളും റിപ്പബ്ലിക് ആകട്ടെ. അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.